മുഹമ്മദ് അഷ്റഫാണ്. ധാരാനി ഉസ്താദ് എന്ന് നിങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഏതായിരുന്നാലും വളരെ ചുരുങ്ങിയ കാലയളവ് ഈ ഡയറക്ട് സെല്ലിംഗ് യുഗത്തിൽ ഞാൻ 2008 മുതലുണ്ട്. ഡയറക്ട് സെല്ലിംഗ്, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ സംഘം ചേർന്നും സംഘടനാപരമായിട്ടൊക്കെ പ്രവർത്തിക്കാറുണ്ട്. നല്ലൊരു രാഷ്ട്രീയ സംഘടനയും മതസംഘടനയും ബേസ് ചെയ്തിട്ട് മെമ്പർഷിപ്പ് ഒന്നും എനിക്കില്ല. എല്ലാത്തിലും ഉണ്ട് നടത്തും. കാരണം ഒരു സേവന മനസ്സുള്ള ഒരാൾക്ക്, ഒരു എമർജൻസി മെഡിസിൻ പഠിച്ച ഒരാൾക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നു, വേദന കൊണ്ട് പിടയുന്നു എന്ന് കാണുമ്പോ നീ എന്റെ സംഘടനയിൽപ്പെട്ടാണോ മെമ്പർഷിപ്പ് എടുക്കുന്ന, ഞാൻ എന്തെങ്കിലും ചെയ്തു തരാന്ന് പറയുന്ന സിസ്റ്റം അല്ലല്ലോ ഇത്. ഞങ്ങൾക്ക് നിങ്ങളൊരു വീട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെക്രട്ടറിന്റെ ഒപ്പ് വേണം, നിങ്ങളുടെ നാട്ടിലത്തെ സെക്രട്ടറിന്റെ ഒപ്പ് വേണം, യൂണിറ്റ് സെക്രട്ടറിന്റെ ഒപ്പ് വേണം, നാട്ടിലത്തെ ഇടപെടൽ വേണം, അതിന് കുറെ ഫോട്ടോ കൊടുക്കണം. ഇയാൾ നമ്മുടെ വാരിക വരുത്തുന്ന ആളാണോ, നമ്മൾ മാസിക വാങ്ങുന്ന ആളാണോ, ഇയാൾ നമ്മളെ ദിനപത്രമാണോ വരുത്തുന്നത്, ധാരാളം ചോദ്യത്തിന് ഉത്തരം കൊടുത്തേക്കണം. അല്ലാതെ അവർ 1000 രൂപ കിട്ടൂല. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾ ചികിത്സാ രംഗത്താണ് മികവ് പുലർത്തുന്നത്, ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്. ഇവിടെ നമ്മുടെ മുമ്പിൽ എല്ലാവരും സമന്മാർ. നമുക്ക് ഒരാളോട് അടുക്കാൻ യാതൊരു മടിയില്ല, ഒരാളെ ഇഷ്ടപ്പെടാൻ യാതൊരു ഉപാധികളും ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു മേഖലയെ ഇഷ്ടപ്പെടാൻ സാധിച്ചു. ഉമർ ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ സുഹൃത്താണ്. ഉമർ ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ സുഹൃത്തായിരിക്കെ ജ്യേഷ്ഠനോടുള്ള ബന്ധം ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയാത്ത കാലത്ത് ഉമർ ഉസ്താദിനായിട്ട് ബന്ധപ്പെടാറുണ്ട്. കാരണം മൊബൈലിലൂടെ, വാട്സപ്പിലൂടെ, സ്റ്റാറ്റസിലൂടെ ഒക്കെ ഉമർ ഉസ്താദ് ഞാൻ ബന്ധപ്പെട്ടു. ജ്യേഷ്ഠർക്ക് ഒരു പക്ഷെ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ ദൈവനിയോഗം ഉണ്ടാവില്ല. MLM എന്താന്ന് അറിയാം ജ്യേഷ്ഠർക്ക്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്താന്ന് അറിയാം. എന്റെ ചെറിയ കുട്ടിക്കാലം മുതൽ തന്നെ പല MLM ചെയ്യുന്ന ആളാണ്. പക്ഷെ സാഹചര്യങ്ങളായിരിക്കുമല്ലോ, അദ്ദേഹത്തിന് അത് ഏറ്റെടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ എന്നെ ഉമർ ഉസ്താദ് അത് കൊണ്ടേ കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഉമർ ഉസ്താദ് ആ അവസരം എനിക്ക് തന്ന സമയത്ത് ഞാനത് ചികിത്സാ മേഖലയിലുള്ള ആളായതുകൊണ്ട് തന്നെ ചില ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കും, ചില ക്ലാസ്സുകളൊക്കെ അദ്ദേഹം വിട്ടുതരുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് ഞാൻ ഇപ്പോഴും കേൾക്കണമെന്നുണ്ടാവില്ലല്ലോ, എന്നിരുന്നാലും അദ്ദേഹം വിട്ടുതരാൻ പഠിക്കാറില്ല. അവിടെയാണ് ഇതിന്റെ പോയിന്റ് എടുക്കുന്നത്. ഞാൻ വായിച്ചില്ല, കേട്ടോ കേട്ടില്ല എന്നൊന്നുമല്ല. അദ്ദേഹത്തിന് എന്നിട്ട് യാതൊരു കണ്ട ബന്ധം പോലും ഇല്ല. ഉമർ ഉസ്താദിനെ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ മഹത്തായ കമ്പനിയിൽ ഞാൻ അംഗത്വം കണ്ടിട്ട് പോലും ഇല്ല. ബന്ധങ്ങൾ രൂഢമൂലമാക്കുക, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിലനിർത്തുക, അത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്റെ വിജയത്തിന്റെ പിറകിലുണ്ടായിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് എന്റെ ലീഡറെ എനിക്ക് കാണാൻ പോലും കിട്ടണില്ല, എന്റെ ലീഡർ ഇവിടെ ഇല്ല, ഞാൻ എന്റെ ലീഡറെ സപ്പോർട്ട് ഇല്ല, അങ്ങനെ ഒന്നും കരുതരുത്. ഇപ്പൊ നമ്മുടെ ഫസൽ സാറൊക്കെ ഗൾഫിൽ ഇരുന്നിട്ട് ആ ടീമിനെ നയിക്കുന്നത്. ഞാൻ ലക്ഷദ്വീപിൽ ഇരുന്നിട്ട് ടീമിന് ക്ലാസ് കൊടുക്കാറുണ്ടായിരുന്നു. എല്ലാ നിലയിലും നമ്മൾ മനസ്സിലാക്കുക, കാലിക പ്രസക്തമായ ഒരു ബിസിനസ്, ഇത്ര നല്ലൊരു ബിസിനസ് എവിടുന്ന. എന്റെ ഈ മുമ്പിലിരിക്കുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന, ഫാൻസി നടത്തുന്ന, ടെക്സ്റ്റൈൽസ് നടത്തുന്ന, പലചരക്ക് കട നടത്തുന്നവരോടൊക്കെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പലചരക്കട ആരാ നടത്തുക? ഇവിടെ എന്റെ ഇരുത്തം ഇവിടെ ഇരുന്നാൽ, ഞാൻ വൈകുന്നേരം വരെ ഇരുന്നാലും എന്റെ സ്ഥാപനം എന്ന ഈ ഒരു ബിസിനസ് നടന്നു പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഉറങ്ങിപ്പോയാലും, ഞാൻ മരണപ്പെട്ടു പോയാലും, എന്റെ ഒരു സന്തോഷം കൊണ്ടാടാൻ വേണ്ടി ഞാൻ ടൂർ പോകാൻ തീരുമാനിച്ചാലും എന്റെ ബിസിനസ് നടന്നുകൊണ്ടേ. അതുകൊണ്ടാ പറഞ്ഞ ഇങ്ങനത്തെ ഒരു മേഖലയെ ഇഷ്ടപ്പെട്ടാണ് ചെയ്യേണ്ടത്. ഇന്ന് വരെ ഇതിന്റെ യഥാർത്ഥം എന്താണെന്ന് അറിയാത്ത ധാരാളം ആളുണ്ട്. എന്റെ 2 സുഹൃത്തുക്കളുണ്ട്, മൈ ലൈഫിലുണ്ട്. എനിക്ക് പരമാവധി അറിയുന്നതൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ എന്നോട് ലാസ്റ്റ് ചോദ്യം ഉണ്ടാവും, അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇത്ര നേരം നീ എന്ത് ചെയ്യണം എന്നാ ക്ലാസ് കൊടുത്തത്, പക്ഷെ അവസാനത്തെ ചോദ്യം എന്താ അറിയോ? അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? മനസ്സിലായില്ലേ? അത് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഡ്രില്ലിങ് എന്ന് പറയുന്ന തലച്ചോറ് തുറന്നു തരാത്ത കുഴപ്പം. തലച്ചോറ് തുറന്നു തരാത്ത കുഴപ്പമാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഉത്തരം ഒന്ന്, ഞാൻ അപ്പ ചെയ്തത് തന്നെ ഓൻ ചെയ്യേണ്ടത്. എന്താ ചെയ്തത്? എടാ ഇങ്ങനൊന്നും ആയാൽ പോരാ, നമുക്കൊന്ന് വിജയിക്കണ്ടേ, നമ്മുടെ മക്കൾ രക്ഷപ്പെടണ്ടേ. നമ്മളെന്നല്ലെങ്കിൽ നാളെ ഇല്ലാതായാൽ നമ്മളെ മക്കൾക്ക് ആരാണ്? നമ്മൾ കുറെ കഷ്ടപ്പെട്ടാലും വേണ്ടിയിടാ, പേരക്കുട്ടികളെങ്കിലും സന്തോഷിച്ച് ജീവിക്കട്ടെ. കാരണം നമ്മുടെ വാപ്പാരാരും ബിസിനസ്സുകാരൊന്നും ആയിരുന്നില്ല. എന്റെ വാപ്പ ഞങ്ങളെ 2ാം ക്ലാസ് മുതൽ തന്നെ കോഴിക്കോട് ജില്ലയ്ക്ക് കൊണ്ടുപോയാക്കി. ഒന്ന് ആലോചിച്ചോ. എന്റെ ഉമ്മാക്ക് എന്നെ കാണാൻ പോതില്ലായിട്ടാണോ? എനിക്ക് ഉമ്മാനെ കാണാൻ പോതില്ലാഞ്ഞിട്ടാണോ? അല്ല. എന്നോട് ആൾക്കാരന്ന് പേര് ചോദിച്ചാൽ, ഉമ്മാന്റെ പേര് ചോദിച്ചാൽ ഞാൻ പറയാം എന്റെ ഉമ്മാന്റെ പേര് ഉമ്മാന്നായിരുന്നു. ആ പ്രായത്തിൽ എന്നെ ഇവിടുന്ന് നാട് കടത്തിയിട്ടുണ്ട് എന്റെ വാപ്പ. എന്തുകൊണ്ട്? മദ്രസ ഒരു മുഅല്ലിമിന് കിട്ടുന്ന പൈസ കൊണ്ട് ആരെയും മക്കളെ പോറ്റാൻ കഴിയില്ല.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, അതിന്റെ സങ്കടങ്ങൾ ആലോചിച്ചു. പക്ഷെ അന്ന് എന്റെ ഉപ്പ ആ കൊണ്ടുപോയി ആക്കിയത് കൊണ്ടാണ് സുഹൃത്തുക്കളെ ഇന്ന് അനേകം സുഹൃത്തുക്കൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നത്. ഒന്ന് മനസ്സിലാക്കണം. ഞാൻ നേലംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോ ഒരാളെ കണ്ടു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ വിളയിൽ നിന്ന് വരില്ലേ, നിങ്ങൾ മുഹമ്മദ് കുട്ടിയുടെ അളിയനല്ലേ ചോദിച്ചു. അദ്ദേഹം ഞെട്ടിപ്പോയി. അപ്പൊ എടുത്തുള്ള ആൾ ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്ക് ഇത്ര കൃത്യമായിട്ട് പറയാൻ സാധിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സൈനുദ്ദീന്റെ ജ്യേഷ്ഠനല്ലേ, വെള്ളേരിക്കാരനല്ലേ ചോദിച്ചു. അതും ശരിയാണല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളെ മുഖച്ചായ നോക്കി പറഞ്ഞാണ്, ഈ സൈനുദ്ദീൻ എന്റെ കൂടെ പഠിച്ചാണ്, ഈ മുഹമ്മദ് കുട്ടി എന്റെ കൂടെ പഠിച്ചതാണ് മുക്കം ഓർഫനേജിൽ എന്ന് പറഞ്ഞു. നന്ന ആലോചിച്ചു. ആ ബന്ധങ്ങൾ എവിടെയൊക്കെയോ ചിന്നി ചിതറി കെടുക്കുന്നുണ്ട്. ഞാൻ പറയാണ്, ആ മുഹമ്മദ് കുട്ടീനെ ഞാൻ എന്റെ ബിസിനസ്സിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ സൈനുദ്ദീനെ ഞാൻ ഒരാഴ്ച കൊണ്ട് ഇവിടെ എത്തിക്കും. കാരണം ഈ ബന്ധങ്ങൾ എവിടെയൊക്കെയോ ചിതറിട്ട് തന്നു ദൈവം. ഇനി അത് പെറുക്കിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ ഇതാ ചെയ്യുന്നത്. ഇപ്പോ അവസരങ്ങൾ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും അവനോടൊക്കെ ഞാൻ പറഞ്ഞതാണ് എന്നിട്ട് അവൻ വന്നില്ല. അങ്ങനെ പറയരുത്. 10 അല്ല 100 വട്ടങ്ങൾ പറയുമ്പോ നീ ഏതായാലും കുറെ വട്ടങ്ങൾ ക്ഷണിച്ചാൽ ഞാൻ ഒരു വട്ടം വരടാ. അങ്ങനെയാണ് വരേണ്ടത്. നമ്മൾ പറഞ്ഞ് നിരന്തരം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആബിദത്താത്ത, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആബിദത്താത്ത എന്നേക്ക് നേരിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ ഇന്ന് കമ്പനിയുടെ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ. എങ്ങനെ? എന്റെ സുഹൃത്ത് അഷ്റഫ് എന്ന ആളെ ഞാൻ പലവട്ടം ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെന്നു. അദ്ദേഹം ജോയിൻ ചെയ്യാൻ തയ്യാറായില്ല. അവസാനം ശല്യം സഹിക്ക വയ്യാതെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരാളെ തരാം, ഇനി മേലിൽ ഇന്നിങ്ങനെ ഇടങ്ങാക്കരുത്. മനസ്സിലായോ? ആ കിട്ടിയ ആളെയാണ് ഞാൻ ഫോൺ വിളിച്ചിട്ട് ബിസിനസ്സിൽ കൊണ്ടുവരാം. അങ്ങനെ എന്റെ ഒരു സപ്പോർട്ടിങ്, ഒരു ലീഡർ എന്ന നിലയിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരാളെ ചേർത്തുക എന്നുള്ളതിൽ യാതൊരു സ്ഥാനവുമില്ല. ചേർത്തിയതിനു ശേഷം അയാൾക്ക് സ്റ്റോക്ക് പോയിന്റ് കാണിച്ചു കൊടുക്കുക, GTSലേക്ക് ക്ഷണിക്കുക, അയാൾക്ക് ലിസ്റ്റ് മേക്കിങ്ങിന് സഹായിച്ചു കൊടുക്കുക, അയാൾക്ക് എങ്ങനെയാണ് ബിസിനസ്, എവിടെയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ഓഫീസ്, ഇതിന്റെ കോർപ്പറേറ്റീവ് ഓഫീസ്, ഇതിന്റെ റീജിയണൽ ഓഫീസ്, ഇതിന്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ മാനേജ്മെന്റ് ആരാണ്, ഇതിന്റെ ലീഡേഴ്സ് ആരാണ്. ഇപ്പൊ ബെല്ലി സാറ് സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് എന്റെ ടീമിലുള്ള ആൾക്കാരോട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കണം, ആഴ്ചയിൽ 5-6 ലക്ഷം രൂപ വരുമാനമുള്ള, ഇന്ന് നമ്മുടെ മാത്രമല്ല എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെയും ഒരു ലെജൻഡായി അറിയപ്പെടുന്ന, അവർക്ക് വേണ്ടി പോരാടിയ എന്തൊരു MLM ചെയ്യുന്നവർക്കും ബെല്ലി സാറോട് ഒരു കടപ്പാടുണ്ടാവും. കാരണം എന്താ അറിയോ? ബെല്ലി സാർ മൈലൈഫാണ്, മറ്റേ ആൾ ആംബയാണ്, അയാൾ ഹൈറിച്ച് ആണ്, അയാൾ RCM ആണ്, ഇയാൾ മറ്റൊരു കമ്പനിയാണ്. ഏത് കമ്പനി ആയിക്കോട്ടെ, അയാള് എന്ത് തന്നെ ഇൻഡസ്ട്രി ചെയ്താലും വേണ്ടില്ല, അയാള് ഒരു മറ്റു മാർഗങ്ങൾ ഏത് ചെയ്താലും ഡയമണ്ട് ലൈഫ് അങ്ങനെ കുറെ ഉണ്ടാവുമല്ലോ. ഏതോ ചെയ്തോട്ടെ, DXN കമ്പനിയോ വെസ്റ്റേജ് കമ്പനിയോ മോഡിക്കെയറോ എന്തോ ചെയ്തോട്ടെ, ബെല്ലി സാറോട് അവർക്കൊക്കെ കടപ്പാടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബെല്ലി സാറ് ഇന്ന് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഓരോ വീട്ടിലേക്കും അന്നം വരുന്നതിന്റെ പിറകിൽ നൂലായി ചരടായി പ്രവർത്തിച്ച ഒരു മഹാമനുഷ്യരാണ്. അദ്ദേഹത്തിന് നമുക്കാണ് ദൈവം തന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഭാഗ്യം. നമുക്ക് നമ്മുടെ ലീഡർ എന്നതിൽ നിങ്ങൾ B ടീം 2015 എന്ന് നിങ്ങളുടെ നാമത്തിന്റെ കൂടെ നിങ്ങളുടെ ഒരു പേരിന്റെ യൂസർ ഐഡിയോട് കൂടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ കീ ആയി ചാവിയായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് B ടീം 2015 എന്നാണെങ്കിൽ B എന്നാൽ ബെല്ലി എന്നാണ് അർത്ഥം. ബെല്ലി സാറിന്റെ ടീമാണ് നമ്മൾ എന്നാണ് അർത്ഥം. ഈ അഭിമാനം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നീ ആരുടെ ടീമാന്ന് ചോദിച്ചാൽ ബെല്ലി സാർ ടീമാന്ന് പറയുമ്പോ അഭിമാനം കൊണ്ട് സന്തോഷം കൊണ്ടായിരിക്കണം അയാൾ ഇത് കേൾക്കേണ്ടത്. മറ്റൊരാളുടെ ടീമിനെ പറഞ്ഞ് ഇല്ല അതിലേക്ക് നമ്മളില്ല, നമ്മളെ ഇളാമാന്റെ 2 ലക്ഷം രൂപ അത് പോയിട്ടുണ്ട്, എന്റെ അനുജന്റെ പൈസ അവർ കൊണ്ടുപോയിട്ട് ഇതുവരെ ഒന്നും കൊടുത്തില്ല. അങ്ങനെ ധാരാളം പരാതികൾ കാണും. പക്ഷെ ബെല്ലി സാറിന്റെ ടീമിൽ ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് പൈസക്ക് സാധനം എടുപ്പിച്ചു എന്നുള്ളത് കേൾക്കൂല. ഇനി അഥവാ എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും അവരും കൂടിയുണ്ടായാണ്. ബെല്ലി സാർക്ക് യാതൊരു ബന്ധമില്ല. ബെല്ലി സാറ് നമ്മോട് പറയുന്നത് 50,000 രൂപന്റെ പ്രോഡക്റ്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ മുകളിലുള്ളതാണെങ്കിൽ എന്നോട് പറയാതെ ചെയ്യരുത് എന്നാണ് ലീഡേഴ്സിനോട് പറയുന്നത്. ഒരു ഐഡിന്റെ കാര്യം പറഞ്ഞു, നിങ്ങൾ 3 ഐഡിയിൽ 10,000 3 ഐഡിയിൽ 50,000 എടുത്തൊന്നും ഞങ്ങൾക്ക് ബെല്ലി സാർ ഇട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഒരു ഐഡിയിൽ 50,000 മുകളിലാവാൻ അത് പറ്റാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ബെല്ലി സാറെ ഒന്ന് സൂചിപ്പിച്ച് അയാൾക്ക് അതിന് കഴിയുമോ എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ. ഇവിടെ 14 ലക്ഷം രൂപക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ട് പോലും എന്റെ ടീമിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കണം. 14 ലക്ഷം രൂപക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അതിന് അനുവദിക്കൂല. നിങ്ങൾ അങ്ങനെ സ്ഥാപനം നടത്തിയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യൂല.
അങ്ങനെ ഞാൻ എന്റെ ടീം ലീഡേഴ്സും കൂടി ഇരുന്നു. ഞാൻ ഉറച്ചിരുന്നു, ആ ഒരു സ്വരത്തിൽ ഞാൻ ഉറച്ചു, സമ്മതിക്കൂല, പറ്റൂല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സീലിംഗ് അച്ചീവർ ആവാൻ അത് മതി, അതിന്റെ അപ്പുറം നടക്കുന്ന ബിസിനസ് മതി. ആഴ്ചയിൽ ഞാൻ സീലിംഗ് അച്ചീവറാ. പക്ഷെ ഇന്ന് സന്തോഷിച്ചാൽ പോരാ, മരിച്ചാലും മരണപ്പെട്ടതിന്റെ ശേഷം ജീവിക്കുന്ന എന്റെ 3 തലമുറകൾ സന്തോഷിക്കണം. അവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു നോമിനേഷൻ ഫെസിലിറ്റി. ഞാൻ എന്തായാലും ഇവിടെ ഇല്ലാതെ ആയി പോയാൽ എന്റെ കുടുംബങ്ങൾ സന്തോഷിക്കുന്ന ഒരു ബിസിനസ് ആണിത് എന്ന് മനസ്സിലാക്കി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ അവന്റെ കോലം കണ്ടില്ല, അവന്റെ വീട് കണ്ടില്ലേ, അവന് കാക്ക കണ്ടില്ലേ, ചിന്തിക്കണ്ട. മനസ്സിലായില്ലേ? അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നാളുകളിലേക്ക് എന്റെ ലക്ഷ്യത്തിന്റെ ഊർജവും എന്റെ മൂർച്ചയും നിങ്ങൾ നോക്കിയാൽ അവിടെയാണ് കാര്യം കിടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ആബിദത്താത്താനെ ഞാൻ അങ്ങനെ ഫോൺ വിളിച്ചു, അഷ്റഫ് തന്ന നമ്പറാണ്, നിങ്ങളത് പരിചയപ്പെടാൻ സന്തോഷം ഉണ്ടായിരുന്നു, പ്രയാസമുണ്ടോ, ഈ സമയത്ത് തിരക്കിലാണോ താത്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ല, നിങ്ങൾ പറഞ്ഞോളി. അപ്പൊ നിങ്ങളിപ്പോ ഏത് ബിസിനസ്സാണ് ചെയ്യുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഓറിയൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു കമ്പനി ഉണ്ട് MLM. അപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇന്നലെ ഉൽപ്പന്നങ്ങളെ കൂടി പരിചയപ്പെടുത്താനാണ്. എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾ പറഞ്ഞോളി. അപ്പൊ ആബിദത്താത്ത MLM-നെ പറ്റി കാഴ്ചപ്പാടുള്ള ആളായതുകൊണ്ടാണ് എന്നോട് ഇന്ന് അതും കേൾക്കട്ടെ എന്ന് വെച്ചത്. അപ്പൊ ഒരു 10-25,000 രൂപന്റെ പ്രൊഡക്റ്റ് ഓറിയൻസിന്റെ എടുത്ത് വീട്ടിലേക്ക് കയറ്റി വന്ന ആളാണ്. പിറ്റേ ദിവസം അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ കൂടാന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ വരണം. അങ്ങനെ സ്റ്റോക്ക് പോയിന്റ് വന്ന് 10,000 രൂപയുടെ സാധനം എടുക്കാൻ വന്നു. ഞാൻ പറഞ്ഞു, 40,000 രൂപ എടുക്കാൻ നമുക്ക് പിന്നീട് ചെയ്യാനുള്ള പൈസ ഒക്കെ റെഡി ആയിട്ടാ വന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇന്ന് എന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അവര് ഇന്ന് കമ്പനിയുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എന്ന റാങ്കിൽ, ലോയൽറ്റി ബോണസ് വാങ്ങുന്ന റാങ്കിൽ എത്തി നിൽക്കുക. ഞാൻ പറയണത് ഇതൊക്കെ ഒരു ഫോളോ അപ്പിൽ മാത്രം വന്നതാണ്. ഉമർ ഉസ്താദ് എന്നെ ഫോളോ അപ്പിൽ കൊണ്ടുവന്നതാ, അല്ലാതെ ഒന്നുമില്ല. ഞാൻ ഉമർ ഉസ്താദിനെ ആദ്യമായിട്ട് കാണുന്നത് അലി കുനൂസിന്റെ വീട്ടിൽ വെച്ച്. അലി കുനൂസ് സാർ എന്ന് പറയാം നമുക്ക്, ഇവിടുത്തെ RTC ലീഡർ സാറിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അന്നാണ് ഞാൻ ഷായർ സാറെ കാണുന്നത്, അന്നാണ് റമീസ് സാർ ആദ്യമായിട്ട് കാണുന്നത്, അന്നാണ് ഞാൻ അയ്യൂബ് സാറെ കാണുന്നത്, അന്നാണ് ഞാൻ ബിജു സാറെ കാണുന്നത്. നിങ്ങൾ കാര്യം ചിന്തിക്കണം, അന്ന് ബിജു സാറും ഷായർ സാറും റമീസ് സാറും അയ്യൂബ് സാറും ഉമർ സാറും 5 ലീഡറാണ് ഒരു വീട്ടിൽ വന്നിരുന്നതെങ്കിലും അന്ന് മലപ്പുറം ജില്ലയിൽ ആളില്ലായിരുന്നു എന്നാണ്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇവിടെ ആളുണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് എല്ലാ ലീഡേഴ്സും ഇവിടെ വന്ന് ഞങ്ങൾ പൊരുക്കിക്കാരനായത്. കാരണം ഇന്ന് ഒരു ലീഡറെ പോലും പറഞ്ഞയക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല, സംഘം വളർന്നു. ഇന്ന് നോക്കി ബെല്ലി സാറിന്റെ ഓർഡർ, അവർ STC ഉണ്ടായാൽ ആ ഭാഗത്തേക്ക് ഒരു കാരണത്താൽ മറ്റൊരു ലീഡർ പോവാൻ പാടില്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് പൊരുത്തല്ലായിട്ടാണ്, നിങ്ങൾ കുറെ BB വാങ്ങിച്ചു, ലീഡർ കുറെ ഉണ്ടാക്കി, ഓരോന്നും ഇപ്പൊ സഹകരിക്കുന്നില്ല. സുഹൃത്തെ, അതൊരു പ്രകൃതി എന്ന് പഠിക്കുക. ഒരു കോഴിയാണെങ്കിൽ പോലും കോഴിന്റെ കുഞ്ഞിന് ഒരു പരിധി വരെ സമയം കൊടുക്കുള്ളൂ ഭക്ഷണം കൊടുക്കാൻ. കൂടെ കുറച്ചു കഴിഞ്ഞാൽ കൊത്തി ആട്ടുകയാണ് ചെയ്യുക. അതൊരു പ്രകൃതി പഠിപ്പിക്കുകയാണ്. മീൻ കൊത്തിപ്പന്മ എന്ന് പറഞ്ഞതിനെ പറ്റി ബൽനി സാർ പറയാറുണ്ട്, അത് കൂടുതലൊന്നുമില്ല, ചുരുങ്ങിയ ഒരു പ്രായം, വളരെ ചുരുങ്ങിയ പ്രായം മാത്രം മീൻ പിടിച്ചു കൊടുക്കുള്ളൂ, തീറ്റ കൊടുക്കുള്ളൂ. എന്നിട്ട് പറയും, ഇതേപോലെ ഊളിയിടാൻ എനിക്കും പറ്റും, ഞാൻ ഊളിയിടണ കണ്ടോ, വേണമെങ്കിൽ തിന്നോ, ഞാൻ തിരിഞ്ഞരിച്ചിരിക്കണ്ട. വിശപ്പുള്ളത് കൊണ്ട് ആ ആഴങ്ങളിലേക്ക് മെല്ലേക്ക് അത് വീട് നോക്കും, പിടിച്ചു നോക്കും. അങ്ങനെ കണ്ണിന്റെ ശക്തി, ഒരു മീന് വരുന്നുണ്ടെന്നും അതിന്റെ വേവ്സിന് അനുസരിച്ച് അത് ഇന്ന സമയത്ത് ഇന്നോടത്തേക്ക് എത്തുന്നുള്ളൊരു പാഠം കൊടുക്കുക മാത്രമാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ മീൻകൊത്തിപ്പന്മയുടെ അമ്മ കൊടുക്കുന്നത്. എന്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ദിവസം നായനെ എറിയായിരുന്നു, കുറെ നായനെ എറിഞ്ഞ് എന്റെ കല്ലുകൾ തീർന്നു. അപ്പൊ എന്റെ ഉപ്പ എന്നോട് പറഞ്ഞേ, മോനെ അങ്ങനല്ലേ അറിയാം, നായങ്ങനെ വരുമ്പോ അതിന് മുമ്പിലേക്ക് കല്ലെറിയേണ്ടത്, ആ കല്ലവിടെ എത്തുമ്പോ നായ അങ്ങോട്ട് എത്താൻ പാടുള്ളൂ. ആ ദൂരം മനസ്സിലാക്കണം, ആ സമയം മനസ്സിലാക്കണം. അങ്ങനെ എന്റെ ഉപ്പ ഒന്ന് എറിഞ്ഞ് കാണിച്ചു തന്നു. എന്റെ ഉപ്പ ഒരു കല്ല് എറിഞ്ഞു, ആ നായന്റെ കറക്റ്റ് പള്ളക്ക് കൊണ്ടു. പിന്നെ രണ്ടാമത്തെ ഞാൻ എറിഞ്ഞപ്പോഴും തട്ടി. ഇതുവരെ ഞാൻ ചെയ്തത് ശരിയായിരുന്നില്ല. നമുക്ക് ഉന്നം ഭയക്കരുത്. ഈ ബിസിനസ്സിന് ഒരു ലക്ഷ്യമുണ്ട്, മനസ്സിലായില്ലേ? നമുക്കറിയാം, അമ്പയത്ത് പഠിപ്പിക്കുന്ന മഹാനായൊരു വലിയ ഗുരുവര്യര് അമ്പയത്ത് പഠിപ്പിക്കുമ്പോ ശിഷ്യനോട് ചോദിക്കാണ്, ആ കാണുന്ന കിളിയെ അമ്പ് ചെയ്യണം. അപ്പൊ ചോദിച്ചു, അതെ. അങ്ങനെ അമ്പ് വില്ല് കയ്യിലെടുത്തുകൊണ്ട്, ആയിട്ടില്ല, വിടാനായിട്ടില്ല, നീ ഇപ്പോൾ അവിടെ എന്താണ് കാണുന്നത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാനവിടെ മരത്തിന്റെ ഇലകളുടെ അടിയിൽ ഒരു പക്ഷി ഇരിക്കണമെന്ന് ഇങ്ങനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, വില്ല് വിടാനായിട്ടില്ല എന്ന് പറഞ്ഞു. അമ്പും വില്ലുണ്ടാവും, അമ്പിനെ വിടണമെങ്കിൽ, വില്ലിൽ നിന്ന് അമ്പിനെ വിടണമെങ്കിൽ
ആയിട്ടില്ല എന്ന് പറഞ്ഞു. അടുത്ത ആളെ കൈ കൊടുത്തു. അവരിങ്ങനെ നല്ല ഷൂട്ട് ചെയ്തതിനു ശേഷം ഗുരുവിനോട് പറഞ്ഞു, ഞാൻ അവിടെ ഒരു പക്ഷിയെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. വിടാൻ പറ്റൂല എന്ന് പറഞ്ഞു. അടുത്ത ശിഷ്യന്റെ കൈ കൊടുത്തു. അവന്റെ ശിഷ്യന്റെ കൈ കൊടുത്തപ്പോ പറഞ്ഞു, ഞാൻ അവിടെ ഒരു മരം കാണില്ല, ഒരു പക്ഷിനെ കാണില്ല, ഒരു കാല് മാത്രം ഇങ്ങനെ ഇരിക്കുന്നതാ കാണുക. ആ കൊടുക്കുക എന്ന് പറഞ്ഞു. ആ കാലാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. മനസ്സിലായില്ലേ? ആ ജീവനെ കൊല്ലാൻ പാടില്ലല്ലോ. ജീവനെ കൊല്ലലല്ല ഇവിടെ ഉദ്ദേശം. ആ കാലിന് ദ്രോണാചാര്യന്റെ കഥയാണ്. ഞാനത് പറഞ്ഞാൽ തെറ്റിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ കൂടുതൽ വായനാ ശീലവും പഠനശീലവും ഒന്നും ഇല്ലാത്ത ആൾക്കാര് എന്തെങ്കിലും പറഞ്ഞു പോയി ആശയക്കുഴപ്പം ഉണ്ടാക്കരുത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അർജുനന്റെയും ദ്രോണാചാര്യന്റെയും ഒക്കെ കഥകള് എല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കാം, നിങ്ങളുടെ ചിന്തയിൽ അത് വരട്ടെ. അങ്ങനെ ആ കാലിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ തള്ളിയിടാൻ, കീഴ്പ്പെടുത്താൻ കഴിയണം. നമ്മൾ എല്ലാം കൂടി നോക്കുകയാണ്. ഇവിടെ ഒരു 4-5 ലീഡറെ നിങ്ങളൊരു പ്രോഗ്രാമിന് പറഞ്ഞയച്ചാൽ, നിങ്ങളിപ്പോ വേറെ ഏതെങ്കിലും കമ്പനിയുടെ പ്രോഗ്രാം കേൾക്കാൻ ഇട വന്നാൽ, നമ്മളെ ഈ കമ്പനിയിലുള്ളപ്പോൾ തന്നെ വേറെ പല പ്ലാൻ കേൾക്കാൻ പോയ ആൾക്കാരെ എനിക്കറിയാം. എന്തുകൊണ്ടറിയോ? നിങ്ങൾ ഇവിടെ പഠിച്ച് വിജയിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ബോധ്യമില്ല. നിങ്ങൾ വിജയിച്ചവരെ കണ്ടിട്ടും അതുപോലെ എന്തുകൊണ്ട് എനിക്ക് വിജയിച്ചുകൂടാ? അവനും ഒരു മനുഷ്യനല്ലേ, എനിക്കും വിജയിച്ചുകൂടാ, എന്തുകൊണ്ട് ഞാൻ അതുപോലെ വിജയിക്കുമെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഉമ്മർ ഉസ്താദ് എല്ലാ മാസവും പെർഫോമൻസ് വാങ്ങുന്നു. ഇനി ധാരാളം എന്താ തീരുമാനിക്കേണ്ടത്? ഞാനും വാങ്ങും. ഉമ്മർ ഉസ്താദ് ടീം ഉണ്ടാക്കി, ടീമിനെ നോക്കി, ടീമിന് കൊടുക്കേണ്ടത് കൊടുത്ത്, ടീമിനെ മീറ്റിംഗിൽ പങ്കെടുപ്പിച്ച്, ടീം മീറ്റിംഗിലേക്ക് ക്ഷണിച്ച്, എല്ലാ GTSും പൂർണ്ണമായും മക്കളും ഉമ്മർ ഉസ്താദും അറ്റൻഡ് ചെയ്ത്, ഉമ്മർ ഉസ്താദ് ഇവിടെ ഇല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് പോയി ഗസ്റ്റായി നിന്ന്, സൂമിൽ മുമ്പരുന്ന് ഇവിടെ ഇല്ലെങ്കിൽ മറ്റൊരു ടീമിന് ക്ലാസ് കൊടുക്കാൻ പോയിട്ട്, ഇങ്ങനെ നിരന്തരം ഇത് ചെയ്തത് കൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ ഈ ഒരു ബിസിനസ്സിൽ അവർ വിജയിച്ചത്. അപ്പൊ ലീഡേഴ്സ് എന്ന നിലയിൽ ഒരു പിന്തുണയും സപ്പോർട്ട് ഞാൻ അലിഖുനൂസിന്റെ ഭാഗത്ത് നിന്ന് പറയാം. അവിടെ നിന്ന് മുറ്റത്ത് നിന്നാണ് ഞാൻ ഉമ്മർ ഉസ്താദിനെ ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ലീഡേഴ്സിന്റെ ക്ലാസ് കിട്ടി. അന്നത്തെ മുറ്റത്ത് നിന്ന് ക്ലാസ് കേട്ട ആളാണ് ഗഫൂർ വലപ്പാടുന്ന STC ലീഡർ. അന്നത്തെ മുറ്റത്ത് നിന്ന് ക്ലാസ് കേട്ട അന്നത്തെ ഗീത മാഡം ഒരു മതിലിന്റെ അപ്പുറത്തിന് ഞങ്ങളുടെ ക്ലാസ് ഒളിഞ്ഞിരുന്ന് കേട്ട്, വീട്ടിലത്തെ സാഹചര്യങ്ങൾ കാരണം ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വരാൻ പറ്റാതെ ഒളിഞ്ഞിരുന്ന് കേട്ട ആളാ. ആ ക്ലാസ് മുഴുവൻ ഒളിഞ്ഞിരുന്ന് കേട്ടാലും ദൈവം ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടും മൊബൈൽ വഴിയും വിദേശത്തേക്കൊക്കെ ഇത് എത്തിക്കേണ്ടവർക്ക് മാത്രം എത്തിച്ചു കൊടുക്കുന്നു എന്ന് മാത്രം. മനസ്സിലായില്ലേ? നമ്മളൊരു നെല്ല് വിതറുന്ന സമയത്ത് എന്റെ പാടത്ത് ഞാൻ നെല്ലിങ്ങനെ വിതറുക, അറിയാതെ 4 പണി അപ്പുറത്തെ അയൽവാസിന്റെ പോയി പഠിക്കണമെങ്കിൽ വീണിട്ടുണ്ടോ, മണ്ണിലെത്തിയിട്ടുണ്ടോ, ആ പണി അത് ദൈവം ചെയ്തോളൂ. ബാക്കി നിങ്ങൾ അത് ചെയ്യേണ്ട പണി നിങ്ങൾ ചെയ്യണം, അല്ലാതെ ഒന്നും പറ്റൂല. ഇത്രയും ഗീതാമേടം അവിടെ കുപ്പുകൈയൊക്കെ കാണിച്ച് വന്ദനം ചെയ്യുന്നുണ്ട്. ആ ഗീതാമേടം ഇന്ന് കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ. 4 ദിവസം മുമ്പ് ബിജു സാറിന്റെ കൂടെ വലപ്പാട് എന്ന പ്രദേശത്തേക്ക് ടീം ലീഡേഴ്സ് മീറ്റ് നടത്താൻ അവരും പോയിട്ടുണ്ട്. കാരണം അന്ന് സപ്പോർട്ട് കുടുംബത്തിലില്ല. ഇന്ന് അദ്ദേഹം അവരുടെ ഭർത്താവ് കമ്പനിയുടെ ടീം കോർഡിനേറ്റർ ആണ്. അവരുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനുണ്ട് ഇതില്, അനിയനുണ്ട് ഇതില്, അവരുടെ ഭാര്യമാരുണ്ട് ഇതില്, അവരുടെ കുടുംബം എല്ലാവരും ഉണ്ട് ഇതില്. ഞാനിപ്പോ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മലപ്പുറത്തെ GTSൽ തിങ്ങി നിറഞ്ഞ് ജനം തിങ്ങി നിന്ന് ഞാനൊക്കെ പുറത്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ വീട്ടിലേക്ക് വിദൂരത്തേക്ക് നോക്കിയപ്പോ 2 പരിചയമുള്ള മുഖണ്ട് ഇന്നിങ്ങനെ നോക്കി ചിരിക്കുന്നു. അപ്പൊ നോക്കുമ്പോ ഗീതാ മാഡത്തിന്റെ 2 കുട്ടികൾ അവിടെ മലപ്പുറത്താണ് അവർ പഠിക്കുന്നത്, ഹോസ്റ്റലിലാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് ആ ദിവസം വീട്ടിലേക്ക് വരെയല്ല അവർ ചെയ്യുന്നത്, അവര് GTSൽ പോവുകയായി. അതിന്റെ 4 ആഴ്ച മുമ്പ് ഞാൻ അവരെ പുറത്തുനിന്ന് കണ്ടു. ഞാൻ ഓടി ചെന്ന് മോളെ വിളിച്ചു, ഞങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്, അവിടെയാണ് വീട്. ഞാൻ പറയും ഇതാണ് GTS ഇറക്കുന്ന സ്ഥലം എന്ന് കാണിച്ചു കൊടുത്തു. പിന്നത്തെ 2 ആഴ്ച കഴിഞ്ഞപ്പോ അവരവിടെ കണ്ടു. എന്നെങ്കിലും ഒന്ന് ദൈവം തോന്നിപ്പിച്ചിട്ട് നിയോഗം വന്ന് നീ ഏറ്റെടുക്കേണ്ട സമയമായിരിക്കുന്നു, ഇനി ഇതിൽ നിന്ന് പിറകോട്ട് നിൽക്കരുത് എന്ന് ദൈവം നിങ്ങൾ തോന്നിപ്പിക്കുന്ന ഒരു സമയം വരും. അതുവരെ നിങ്ങൾ ഇതിൽ പോകണം. നിങ്ങൾ ക്ലാസ് കേൾക്കാനല്ല മൈലേജ്, നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യലല്ല മൈലേജ്, ലീഡേഴ്സിന്റെ കൂടെ നടക്കലല്ല മൈലേജ്. മനസ്സിലായില്ല? ഗീതാ മാഡം വന്ന് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാനത് ഗീതാ മാഡത്തിനെ കണ്ടിട്ട് പോലുമില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കണ്ണെത്താ വിദൂരതയിലേക്ക് ഈ ടീം വളർന്നു. ഇന്നലെ എന്റെ ടീമിൽ പുതിയതായി കടന്നു വന്നിട്ടുള്ള ആള് തമിഴ്നാട്ടുകാരാ, ലക്ഷദ്വീപുകാരാ, അതേപോലെ തന്നെ ഇപ്പൊ പുതിയതായിട്ട് വരാനുള്ളത് ബംഗ്ലാദേശുകാരാണ്. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു ഫോളോ അപ്പ്. നിങ്ങൾ ലീഡർ അവരുടെ പിന്നണിയിൽ വന്നിട്ടുള്ള നമ്മുടെ അസോസിയേറ്റിനെ ഫോളോ അപ്പ് ചെയ്യും. വെറുതെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി.
ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ മുമ്പ് ഐഡി അടിച്ച് നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ എന്റെ ഓർഗ് 1-ലോ ഓർഗ് 2-ലോ അങ്ങനെ ചേർത്തി പോയിട്ടുണ്ടായിരുന്നു. അവരൊന്നും പല കാരണങ്ങളാലും ഒരു പക്ഷേ ഈ മൈലൈഫ് അന്ന് ചെയ്തില്ല, ഐഡി കെട്ടായി പോയിട്ടുണ്ട്. ഇനിയും ഞാൻ അവരെ ഫോളോ അപ്പ് ചെയ്യും. അപ്പൊ എന്നോട് പറയും എന്ത്, ഞാൻ എന്റെ ഐഡി കട്ടായി പോയില്ല, ഇനി എനിക്കത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട, നിന്റെ കുടുംബത്തിന് രക്ഷപ്പെടുത്തുക എന്നത് എന്റെ തീരുമാനമാണ്. അങ്ങനെ ഞാൻ അത് എന്റെ ഐഡി തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. അങ്ങനെ ഐഡി വീണ്ടും എടുക്കും. അങ്ങനെ പറയും GTS നമുക്ക് പോകണത്തൊക്കെ എന്റെ ഭാവിയുടെ കാര്യം കൂടിയാണ്, നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഒന്നും ചെയ്തു തരണ്ട, എന്റെ GTS ഒന്ന് വന്നാൽ മാത്രം. GTS വന്നാൽ പറയും ഇങ്ങനെ FSS ഉണ്ട്, FSS കൂടി കേട്ടാ പിന്നെ ഒന്നും ചെയ്യണ്ട, ബാക്കിയൊക്കെ ഞാൻ ചെയ്തു. FSS കേട്ടതിന് ശേഷം നിന്നോടോ പറഞ്ഞു ഇഞ്ചി നോക്കിക്കോ, ഇഞ്ചി എന്റെ പണി നോക്കിക്കോ, ഞാൻ ചെയ്തോളാം, എനിക്കിത് വേണമെന്ന് തോന്നിയിട്ട് പോകുന്നു. മനസ്സിലായില്ലേ? ചുരുക്കി പറഞ്ഞാല് പ്രോഗ്രാം വേറെ ഒന്നുമില്ല. എഴുതി വെച്ചോളി, പ്രോഗ്രാം അതിനപ്പുറമൊന്നുമില്ല. നിങ്ങൾ പഠിച്ച് ചെയ്യ സുഹൃത്തുക്കളെ. എന്തെങ്കിലും ഒന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ TC ലീഡറാണോ, മാനത്തോടെയാണോ, അഭിമാനത്തോടെയാണോ, ലജ്ജയോടു കൂടിയാണോ ഞാൻ പറയണതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ TC എന്ന ടീമിന്റെ കോർഡിനേറ്റർ ആണോ? കമ്പനി നിങ്ങളെ വിളിക്കാണ്, നമ്മുടെ ടീമിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഷിഹാബെ, നമ്മുടെ ടീമിന്റെ എല്ലാ പ്രോഗ്രാമിലേക്കും ആളുകളെ വിളിച്ചു കയറ്റുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അബൂബക്കറെ, നമ്മുടെ ടീമിന്റെ എല്ലാ പ്രോഗ്രാമും ലീഡേഴ്സ് ഒന്നും പറയാതെ തന്നെ സംഘടിപ്പിക്കുന്ന മുത്തുമണിയെ എന്ന് ലീഡർ എന്ന നിലയിൽ കമ്പനി നമ്മളെ വിളിക്കുകയാണ്. ഞാനോ? ഞാൻ TCയോ? നിങ്ങൾ എന്തിപ്പോ പറഞ്ഞത് ഞാനാണ് ഈ ഒരു ഇതൊക്കെ ചെയ്യണമെന്നോ? നമുക്കിതൊന്നും അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ അതൊക്കെ ചെയ്യേണ്ട ആളാണെന്നുള്ളതാണ്. ബെല്ലി സാർ എപ്പോഴും പറയും, ഒരു ക്രിസ്ത്യൻ മരണം സംഭവിച്ച സമയത്ത് ആ മരിച്ച മയ്യത്ത് അവിടെ പുറത്തു വെച്ചിട്ട് അവസാനം ഉണ്ടാവും ഒരു പ്രസംഗം. നമ്മളാണെങ്കിൽ എന്താ പറയാ അല്ലെ, ഒരു മയ്യത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇടപഴകിയ ആളാണ്, അവരുടെ ജീവിതത്തിൽ വാക്കാലോ പ്രവർത്തിയാലോ വല്ല പ്രശ്നം സംഭവിച്ചെങ്കിൽ അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണം. കടങ്ങൾ വല്ലതുണ്ടെങ്കിൽ, സാമ്പത്തിക ഇടപാട് വല്ലതുണ്ടെങ്കിൽ ഇയാളുടെ മോനോട് ചോദിക്കണം, അല്ലെങ്കിൽ അമ്മോനോട് ചോദിക്കണം. ഭാര്യയായിട്ട് ആൾക്കാരെ സംസാരിച്ച് ഈ കാര്യങ്ങൾ കുടുംബത്തോട് ഇതാക്കിയിട്ട് ഇന്ന ആളെ ഏറ്റെടുത്തിട്ടുണ്ട്, അയാളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സമയം അല്ലെ. അതേമാതിരി ക്രിസ്ത്യാനികളും അങ്ങനെയാണ്, വലിയ പ്രഭാഷണത്തിൽ നടത്തുക. നമ്മുടെ നാടിന്റെ പ്രകാശമായിരുന്ന, നമ്മുടെ എല്ലാ പാവങ്ങളുടെയും അത്താണിയായിരുന്ന, നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും സഹായിയായിരുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പായിരുന്ന ഇന്ന ആളാണ് ഈ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ അയാളുടെ ഭാര്യ മോനെ വിളിച്ചിട്ട് പറയണല്ലോ, അച്ഛൻ തന്നെ അല്ലേ മരിച്ചിരിക്കണമെന്ന് ഒന്നുകൂടി പോയി നോക്കിക്കളാണ്. കാരണം ഇങ്ങനൊക്കെ ഉള്ള ഒരാളാണ് അച്ഛൻ, ഭാര്യ കൂടി പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? നാട്ടുകാരെ സഹായിയായിരുന്ന, നാടിന്റെ ആവേശമായിരുന്ന അതൊക്കെ ഈ അമ്പലത്തില അല്ലെങ്കിൽ പള്ളിക്കത്തെ ഉസ്താദ് ഇങ്ങനെ പറയുമ്പോഴേ നമ്മളെ ഭാര്യക്കന്നെ സംശയമായി. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീമിന്റെ കോർഡിനേറ്റർ ആണ്, ഏരിയ ടീമിന്റെ കോർഡിനേറ്റർ ആണ്, സോണലിന്റെ കോർഡിനേറ്റർ ആണ്, ഡിസ്ട്രിക്റ്റിന്റെ കോർഡിനേറ്റർ ആണ്, സ്റ്റേറ്റിന്റെ കോർഡിനേറ്റർ ആണ്, STC റീജിയണൽ ടീം കോർഡിനേറ്റർ ആണ്, സ്റ്റേറ്റിന്റെ മുകളിലുള്ള ടീമിനെ നയിക്കാനുള്ള RTC, നാഷണൽ ഇന്ത്യയിൽ എവിടൊക്കെ ടീം എത്തിയിട്ടുണ്ടോ അവിടങ്ങളിലേക്കൊക്കെ ഒരാഴ്ചയിൽ ഒരു വട്ടമെങ്കിലും അല്ലെങ്കിൽ 4 മാസത്തിൽ ഒരു വട്ടമെങ്കിലും പ്രോഗ്രാമുകൾ ബേസ് ചെയ്ത് നടത്താനും, അവിടെ പോയി ലോഡ്ജിൽ വാടകയ്ക്ക് താമസിക്കാനും, അവിടെ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിച്ച് അവർക്ക് വേണ്ട അറിവുകൾ കൊടുത്ത് പ്രൊഡക്റ്റുകൾ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതാണ് കോർഡിനേഷൻ. ഈ കോർഡിനേഷൻ ചെയ്യുന്ന ആളെയാണ് കമ്പനി ഓരോ റാങ്കിലും TC എന്ന് വിളിക്കുന്നത്. ആ TC കമ്പനി ഒഴിവാക്കിയിട്ട് പോലില്ല. STC, RTC, NTC, ITC എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നും കോർഡിനേറ്റർ ആയിട്ട് കമ്പനി സ്നേഹിച്ചു നോക്ക്, നിങ്ങളെ വരുമാനം കുത്തനെ ഉയരും. ഇപ്പൊ ഞാൻ തന്നെ ഒരു മാസം 10,000-70,000 രൂപ വരുമാനത്തിലേക്ക് എത്തി. ഈ പെർഫോമൻസ് എല്ലാ മാസം ഒരു 10,000. ഇനി NTC ആയാൽ എല്ലാ മാസം വെറുതെ കിട്ടുക NTC ബോണസ്, എല്ലാ മാസം പെർഫോമൻസ് ബോണസ്, എല്ലാ മാസം ലോയൽറ്റി ബോണസ്, എല്ലാ ആഴ്ചയിലും എനിക്ക് TDF ബോണസ്. എനിക്ക് എന്തൊക്കെയാന്ന് അറിയുന്ന പോലും. ഞാൻ പറയാം, എന്റെ മരണശേഷം എന്റെ കുടുംബം രക്ഷപ്പെട്ടു. എന്റെ മരണശേഷം എന്റെ കുടുംബം സെക്യൂർഡാണ്, എനിക്ക് ധൈര്യമാണ്, യാതൊരു സംശയമില്ല. നിങ്ങളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇന്നാണ് ഭൂമിയിൽ ഇല്ലാതെയായാൽ നാളെ നിങ്ങളുടെ വരുമാനം എത്രയാണെന്നാണ്. ലീഡർഷിപ്പിൽ വർക്ക് ചെയ്യുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ ആഴ്ചയിലെ വരുമാനം എത്രയാണ്, അടുത്ത ആഴ്ചയിൽ എത്രയാണെന്ന് ടീമിന് കാണിച്ചു കൊടുക്കാൻ ധൈര്യമുണ്ടോ? അടുത്ത ആഴ്ചത്തെ വരുമാനം വീക്ക് നമ്പർ ഇത്ര, അതിലിത്ര, വീക്ക് നമ്പർ ഇത്ര, അതിലിത്ര, ഒരാഴ്ച പോലും വിട്ടുപോവാതെ നിങ്ങളുടെ ടീമിന് കാണിച്ചു കൊടുക്കാൻ എന്നാ നിങ്ങൾക്ക് ധൈര്യം വരുന്നത് എങ്കിൽ അന്നാണ് നിങ്ങൾ കമ്പനിയുടെ ടീം കോർഡിനേറ്റർ ആകുന്നത്.
നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഒന്നും തൽക്കാലം ആരും കാണിക്കണ്ട, അവിടെ വെച്ചോളി. നിങ്ങൾ ഇന്ന് വരെ ടീം കോർഡിനേറ്റർ എന്ന നിലയിൽ കമ്പനി വിളിക്കാൻ യോഗ്യരല്ല. യോഗ്യരാകുന്നത് ടീമിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തെങ്കിലാണ്. ഇസ്ലാമികമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ അധ്വാനിച്ചതിന്റെ ഫലമാണോ നിങ്ങളുടെ മക്കൾക്ക് അരിയായി വാങ്ങിക്കൊടുക്കുന്നത്, നിങ്ങളുടെ മക്കൾക്ക് ഗോതമ്പ് വാങ്ങിക്കൊടുക്കുന്നത്, നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് എങ്കിൽ മാത്രമാണ് സുഹൃത്തെ നിങ്ങൾക്ക് ഇത് അനുവദിക്കപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന വരുമാനം നിങ്ങൾക്ക് യോജിച്ചതല്ല, അത് വാങ്ങൽ തെറ്റാണ്. നിങ്ങളുടെ ടീമിൽ നിന്നൊരു ബീവി കയറി വന്നിട്ടാണ് നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നോക്ക്, ഞാൻ മിഞ്ഞാന്ന് സ്റ്റോക്ക് പോയിന്റ് ഇറങ്ങുന്ന വൈകുന്നേരം 6 മണിക്ക്, അപ്പോഴാണ് ഒരു വിളി വരുന്നത്, ധാരാളം എന്റെ മൊബൈൽ അവിടെ മറന്നു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വളാഞ്ചേരുന്ന ഒരു വിളി. മൊബൈൽ ഞാൻ സ്റ്റോക്ക് പോയിന്റ് പോയിട്ട് എടുത്തിട്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഞാൻ പറയാനത് ദൈവത്തിന്റെ വിളിയാ. ഞാൻ ആ ഫോൺ അവിടെ കൊണ്ടുപോയി കൊടുത്ത് തിരിച്ചിട്ട് വരുമ്പോ അവിടെ തന്നെ ആ നോക്കിയാൽ കാണുന്നു അവരെന്നെ മറയുന്നതോടുകൂടി രണ്ടാൾ നിന്ന് സംസാരിക്കുന്നു. ഞാൻ 2-3 വർഷമായി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാൾ, അയാളെ നമ്പറിന്റെ അടുത്ത് പോയിരുന്നു. അയാളെ കിട്ടിയാൽ പിന്നെ എന്റെ എല്ലാ കാര്യങ്ങളും ശരിയായി. അയാളെ ഞാൻ കണ്ടതോടുകൂടി അയാൾ ഇനിയും കണ്ടു, ഓടി വണ്ടി കയറി. രണ്ടാളെ അവിടെ ഇരുന്ന് AC കാറല്ലേ, AC ഇട്ടിട്ട് എന്റെ വണ്ടി എന്ന് പറഞ്ഞ ബെന്നി സാറ് പറഞ്ഞതുപോലെ വണ്ടി നമ്മുടെ ഓഫീസാണ്, വണ്ടി നമ്മുടെ വാഹനമാണ്, വണ്ടി നമ്മുടെ ഗോഡൌൺ ആണ്. പ്രോഡക്റ്റുകൾ ബാക്കിൽ ഇരിക്കുന്നു, 2-3-4 ബോക്സ് പ്രൊഡക്റ്റുകൾ. അതിന്റെ ഒപ്പം തന്നെ എന്റെ ഇന്ന് നടന്ന ക്ലാസ്സിന്റെ ഒരു പരസ്യം അവരെ മൊബൈലിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരെ ഫോളോ അപ്പ് ചെയ്യുന്നതും വേറെ ആളുകളുണ്ട്, ഞാനും അവരെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ധാരാളം നിങ്ങൾ എന്നോട് എന്നും പറയാറുള്ളല്ലേ, ഇനി ഞാൻ മടി കാണിക്കൂല, ഞാൻ കൂടെ നിൽക്കൂട്ടോ. ഇന്നലെ തന്നെ ജോയിൻ ചെയ്തു. ആ മൊബൈൽ അയാൾ മറന്നു വെച്ചത് കൊണ്ടാണ് എനിക്ക് ഇയാൾ കാണാനായത്. അതേപോലെ തന്നെ വടകരയിലേക്ക് പോകുന്ന നാദാപുരത്തേക്ക് പോകുമ്പോ ഈ മാസം വരുന്ന 1-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്റെ സുഹൃത്തിന്റെ നിക്കാഹ്, മോന്റെ നിക്കാഹ്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അടുത്ത മാസം 1-ാം തീയതി ഉള്ളത്, കഴിഞ്ഞ 1-ാം തീയതി ഞാൻ നിക്കാഹിന് പോയത്, ഈ കഴിഞ്ഞ 1-ാം തീയതി. അതായത് തിങ്കളാഴ്ച തന്നെയാണ് 1-ാം തീയതി വരുന്നത്. അതേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ട് പോയി, ഏത് മാസാന്ന് കൂടി നോക്കിയില്ല. അവിടെ എത്തിയപ്പോ ഞാൻ പറഞ്ഞു ലൊക്കേഷൻ ഒക്കെ ഒന്ന് വിട്ടാണ്. അപ്പൊ എന്നോട് പറഞ്ഞു എന്തിനാ ലൊക്കേഷൻ? അപ്പൊ നിക്കാഹിന് വരണ്ടേ, അതിനാലേ ആയിക്കോട്ടെ ലൊക്കേഷൻ വിട്ടു. അപ്പൊ ഞാൻ പിന്നെയും വിളിച്ചു, തങ്ങളവിടെ ഉണ്ടാവില്ലേ ചോദിച്ചു. അപ്പൊ ഇന്നെന്തിനാ വരണ വെച്ചു. ഞാൻ പറഞ്ഞു നിക്കാഹ് അത് അടുത്ത മാസല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു അതോ ഇപ്പൊ ഇവിടെ തിരിഞ്ഞിപ്പോ എന്ത് ചെയ്യും? ഏതായിരുന്നാലും ഇനി വേറെ ഒരാളെ കാണാന്ന് വെച്ച് വിളിച്ചു. അയാളെ കാണാൻ തീരുമാനിച്ചു, അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ആ പോണ പോക്കിന് 70 കിലോമീറ്റർ നഷ്ടത്തിൽ ഓടിപ്പോയി, സമയം കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ പാനൂർ എന്ന സ്ഥലത്തേക്ക് വണ്ടിയുടെ ഇലക്ട്രിക് ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പോണ വഴിയില് ഒരു മക്കാമ് കണ്ടു. അവിടെ ജീവിതത്തിൽ കയറിയിട്ടില്ലല്ലോ, ഒന്നാണ് കയറി ഒന്ന് പ്രാർത്ഥിക്കുന്നത്. അവിടെ ചെന്നപ്പോ അവിടുന്ന് ഒരു സുഹൃത്തിനെ പെറുക്കിയെടുത്തു. അയാളിപ്പോ നമ്മളെ ഈ പ്ലാറ്റ്ഫോമിൽ ഇത് കേട്ടോണ്ടിരിക്കുന്നു. അയാൾ ഇന്നലെ താമരശ്ശേരിയിൽ GTS പോയിട്ടു. നമ്മളെ ലീഡേഴ്സിൽ ഓരോരുത്തരോടും ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കിട്ടിയ ഒരു ബന്ധാണ്. ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. അദ്ദേഹം മെന്റലിസം പഠിച്ചിട്ടുണ്ട്, ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ട്, ഗൾഫിൽ പ്രവാസം നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഹോട്ടൽ നടത്താണ്. കഴിവുള്ള ഒരു വ്യക്തിയാണ്. ദൈവത്തിന്റെ നിയോഗം അയാൾ ഹോട്ടലുകാരനായി. ഞാൻ പറയാം, ഇന്ന് വരെ നാട്ടുകാർ കൊടുത്ത ഭക്ഷണത്തിൽ രോഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നാളെ മുതൽ അയാൾ കൊടുക്കാൻ പോകുന്ന രോഗം മാറ്റുന്ന ഉൽപ്പന്നങ്ങളാണ്. അയാൾ അങ്ങോട്ട് കൊണ്ടുവരാനാണ് ദൈവം എന്നോട് വിളിച്ചു വരുത്തിയത്. 70 കിലോമീറ്റർ ഓടിയാൽ എന്താ? അയാൾ ഇന്ന് GTSന്റെ ഭാഗമായി ഉമർ ഉസ്താദിനെ പരിചയപ്പെട്ടു, കുടുംബങ്ങളെ പരിചയപ്പെട്ടു. കുടുംബം ഉമർ ഉസ്താദും മക്കളും ടാപ്പി കൂടിയിട്ട് ആ കൊടുത്ത സ്നേഹം അദ്ദേഹത്തിന് കവർന്നെടുത്തു. അദ്ദേഹത്തിന് നമ്മുടെ ടീമിന്റെ ഭാഗമാക്കി മാറ്റി. ഉമർ ഉസ്താദ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ധാരാളം ഉസ്താദ് ഞങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്, ഇനി അടുത്ത ആഴ്ച അയാൾ നേരത്തെ വരും, നേരത്തെ വന്നാൽ എന്റെ വീട്ടിൽ വന്ന് നിൽക്കുക, എന്നൊരു ഭക്ഷണം വന്ന് കഴിക്കാം, എന്നിട്ട് എല്ലാരും കൂടിയിട്ട് ഇനിയും അടുത്ത പ്രോഗ്രാമിന് പോവാം, എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുത്തോളാം. ഞാൻ ചോദിക്കട്ടെ, എന്റെ സ്ഥാപനം അവിടെ നോക്കി നടത്തുന്നത് ഉമർ ഉസ്താദാണ് എന്നാണ് എന്റെ അർത്ഥം. അദ്ദേഹത്തിന് മനസ്സുണ്ടെങ്കിൽ വടകരയിൽ നിന്ന് രാജ്യത്ത് വരണം, വേറെ ഒന്നുമില്ല. അദ്ദേഹത്തിന് കൊടുക്കാൻ ഇവിടെ തയ്യാറാ. നിങ്ങൾ കടലിലേക്ക് പാത്രങ്ങളുമായി ചെന്നാൽ വെള്ളം തരൂലെന്ന് കടല് പറയൂല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാം, കടലിലെ തിരമാല കാണാനാണ് ആൾക്കാർ അവിടെ പോകുന്നത്. ആ തിരമാലയുടെ രോമാഞ്ചം, അതിന്റെ കുളിർത്തന്നൽ, ആ 16 ചക്രവാളത്തിൽ നിന്ന് അടിച്ചു വീശുന്ന കൊടുങ്കാറ്റിനോട് ചേർന്ന് സമരസപ്പെട്ട് മല്ലിടുന്ന ആ ഓളങ്ങളുടെ രസവും പതയും നിറയും ആസ്വദിക്കാനാണ് ജനം പോണത്. ഞാൻ പറയട്ടെ, നിങ്ങളെ കൂടെ വരാത്ത ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി ഒരു ബക്കറ്റിൽ തിരമാല കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുമോ? തിരമാല കൊടുത്തിട്ട് ഇല്ല. അത് കൂടി നിൽക്കുമ്പോ മാത്രമുള്ളതാണ് തിരമാല. കടലിൽ നിന്ന് ബക്കറ്റ് വെള്ളമെടുത്താൽ അത് തിരമാലയല്ല.
രണ്ടാമതൊരു കാര്യം സൂചിപ്പിക്കാറുള്ളത്, നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഒരു ബക്കറ്റായിട്ട് ഇനി ബക്കറ്റിൽ നിങ്ങളെ വെള്ളം എടുത്ത് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ ഒരു ചെമ്പുമായി ചെന്നാൽ ചെമ്പ് നിറയെ വെള്ളമായിട്ട് പോരാൻ പറ്റും. ഒരു മോട്ടർ എടുത്തിട്ട് നിങ്ങളെ വീട്ടിലേക്ക് അടിച്ചു കയറ്റണം എന്ന് വിചാരിച്ചാൽ അത് നടത്താൻ പറ്റും. എന്താ നിങ്ങൾ തീരുമാനിച്ചത്? ഇത് മൈ ലൈഫ് എന്ന മഹാസാഗരമാണ്. ഇവിടെ വെള്ളിത്തിരമാലകളാണ് അടിച്ചു വീശുന്നത്, സ്വർണത്തിന്റെ കനികളാണ് നിറഞ്ഞു പൊന്തുന്നത്. ഇവിടെ ആഴ്ചയിൽ 2-10 വാങ്ങുന്നവര്, ഒരു മാസത്തിൽ തന്നെ 45, 35, 48 വയസ്സുള്ളവർ 1 കോടിയോളം വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. പൈസ ഉണ്ടാക്കുക. ഇതൊരു വലിയ ബോറം വാക്കായിട്ട് ജനം പറയും. പൊട്ടന്മാരെ വാക്കാണിത്. കേട്ട് മടുക്കല്ലേ. അവരെന്തോ പറയട്ടെ, നിങ്ങൾ അതല്ല. അവർക്ക് പറയേണ്ടത് അവൻ പറയും, അവൻ ചെയ്യേണ്ടത് അവൻ ചെയ്യും. നിങ്ങൾ ലോകത്തുള്ള എല്ലാ ആളുകളും നശിച്ചു പോയ ഒരേ ഒരു മന്ത്രമുണ്ട്. ലോകത്ത് ജനം വളരാത്തതിന്റെ പിറകിലും നശിച്ചതിന്റെ പിറകിലും ജനങ്ങളൊന്നും ചെയ്യാതെ ആയി പോയതിന്റെ പിറകിലും പ്രവർത്തിച്ച ഒരേ ഒരു മന്ത്രമുണ്ട്. എന്താണ് ആ മന്ത്രം എന്നറിയോ? ഓലിപ്പെന്താക്കരുത. ഇതാണ് ആ മന്ത്രം. അയാളിപ്പോ കണ്ട ഓനെന്താ വിചാരിക്കുക? ഈ വിചാരം ഉണ്ടല്ലോ സുഹൃത്തെ, മാറ്റി വെക്ക്. ആരെന്തോ കരുതട്ടെ, ഓലെന്തോ പറയട്ടെ, എന്തോ വിചാരിച്ചോട്ടെ. അവരാരും എന്റെ കുട്ടികൾ കാര്യം വാങ്ങി തരുന്നില്ലല്ലോ. അവന്റെ വിചാരങ്ങൾക്കനുസരിച്ച് നമ്മളെ മാറ്റണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ മരണം വരെ അന്തസ്സോടെ ഒരാളും സഹായത്തിന് നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ശരിയാ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാ, നിങ്ങളെ ഭാഗം ചേരാൻ ആളെ കിട്ടും. നിങ്ങൾ പറയുന്നത് പ്രവർത്തിക്കുന്നത് ഒക്കെ ശരിയാ, നിങ്ങൾ ചെയ്തോളാം. ആരും കൂടെ ഉണ്ടാകുമെന്ന് കരുതണ്ട. ഒരു പക്ഷി ഒരു മരക്കൊമ്പിൽ വന്ന് പാറി വന്ന് ഇരിക്കുമ്പോൾ പോലും ആ മരക്കൊമ്പിന് ഉറപ്പുണ്ടോ നോക്കിയിട്ടല്ല സുഹൃത്തെ അവിടെ ഇരിക്കുന്നത്. ആ മരക്കൊമ്പ് വീണാലും ഇടിഞ്ഞാലും അതിനൊരു കുഴപ്പമില്ല. അതിന്റെ പാറാനുള്ള ചിറകിലുള്ള വിശ്വാസമാണ് ആ പശുവിനെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളായി പാറാൻ കഴിയണം. ഒരാളും നിങ്ങളെ തളർത്താതിരിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഫോളോ അപ്പ് ഉള്ള ലീഡർ, ടീമിനോട് കൂടെ നിൽക്കുന്ന ലീഡർ നിങ്ങളോട് മാത്രമാണ്. ഇന്ന് നിങ്ങൾ മരണപ്പെട്ടാൽ നാളെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുമോ എന്ന് എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതി വെക്കണം. ഇന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ നാളെ കിടപ്പിലായാൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടോ നോക്കണം. ഇപ്പൊ നിങ്ങൾക്ക് 45-50 വയസ്സുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ 80 വയസ്സ് വരെ നിങ്ങൾ ജീവിക്കുമെങ്കിൽ ഇന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങി 80 വയസ്സായ നാടൻ കാക്കാനെ മുഴുവനും നോക്കും. മുതുകൊടിഞ്ഞ് ഇരിക്കുന്നത് കാണാം, പല്ല് മുഴുവൻ പോയിട്ടുണ്ടാകും. ആ അവസ്ഥയിലേക്കാണ് ഞാൻ ഇനി പോകുന്നത്. ഈ തുടിപ്പും ഈ പ്രസരിപ്പും ഒന്നും ഇപ്പൊ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കും, ബുദ്ധിപരമായി മനസ്സിലാക്കും. ഒരു 80 വയസ്സ് വരെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ താഴോട്ടുള്ള ECG പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത്. മേലോട്ടുള്ള ECG അല്ല, താഴോട്ടാണ് പിന്നത്തെ ഗ്രാഫിങ് വരാൻ പോണത്. അവസാനം ഒരു നിലക്കലുണ്ട്, മേലോട്ടില്ല താഴോട്ടില്ല. അന്നാണ് നമ്മുടെ മൂക്കിൽ പഞ്ഞി വെക്കുന്ന ദിവസം. ചിന്തിക്കാം. ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്തിനൊന്നും പറഞ്ഞാൽ മനസ്സിലാകൂല. ആരോഗ്യമുള്ളപ്പോ പറഞ്ഞാൽ മനസ്സിലാകൂല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന എത്ര ആൾക്ക് തെങ്ങും കയറാൻ കഴിയും? നിങ്ങൾ എത്ര ആൾ കയറും? സ്വന്തം വീട്ടിൽ തെങ്ങനെ കയറാൻ മറ്റൊരാളെ വിളിക്കുന്ന നമ്മളോടാ ചോദിക്കുന്നത്. എനിക്കതിന് കഴിയൂലെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഞാനൊന്നിനും പറ്റുവാനല്ലാന്ന് മനസ്സിലാക്കി. വലിയ അഹങ്കാരമൊന്നും വേണ്ട. നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് കയറി കാണിച്ചു തരും, വേറെ ഒന്നും ഒരാളെ സഹായവും ഇല്ലാതെ. കയറി വന്ന 2 തെങ്ങ് കയറും. അങ്ങനെയാണെങ്കിൽ 10 തെങ്ങ് കയറുന്ന തെങ്ങ് കയറ്റക്കാരൻ നിങ്ങളെക്കാൾ നല്ലവനാണെന്നും ചിന്തകനാണെന്നും കഴിവുള്ളവനാണെന്നും ഒന്ന് വിശ്വസിക്കുക, ഒന്ന് കൂടെ നിൽക്കുക, ഒന്ന് സമ്മതിച്ചു കൊടുക്കുക. ഞാനെല്ലാം തികഞ്ഞവനാണ്, എനിക്കെല്ലാം കഴിയുന്നുള്ള വിശ്വാസം മാറ്റും. നമുക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ നാട്ടിലൂടെ നടന്നു പോകുമ്പോ ഒരു പുഴയിൽ ഒരു കുഞ്ഞിങ്ങനെ കിടന്ന് പിടയാൻ നിൽക്കുകയാണ്, പിടഞ്ഞ് മരിക്കണത് നിങ്ങൾ കാണുകയാണ്. നിങ്ങൾ എന്താ ചെയ്യുക? സുഹൃത്ത്, ഇവിടെ ആരെങ്കിലും നീന്താറിയണെന്ന് ചോദിക്കോളൂ. നിങ്ങൾക്ക് നീന്താറിയിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ആ മനസ്സ് മാറ്റാതെ നിങ്ങൾ മരിച്ചാലും വണ്ടിയിൽ എനിക്ക് ആ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കൊടുക്കണം. നാളെ ആ കുഞ്ഞെങ്കിലും ലോകത്തുണ്ടായാൽ ഞാൻ ഇല്ലാതായപ്പോൾ എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് ചിന്തിക്കാൻ കഴിയും. പണ്ട് ഒരു പുഴവക്ക് ഒരു പാടത്ത് കൂടി നടന്നു പോകുമ്പോ ഒരു ചളിയിലിട്ട് ഒരു കുട്ടി വീണെടുക്കുന്നു. ആ കുട്ടീനെ ഈ പശുവിനായിട്ട് ഇങ്ങനെ പോകുന്ന ഒരാള് ഈ പശുവിനെ തൊളിച്ച് പോകുമ്പോ ആ കുഞ്ഞിതി കിടന്ന് പടിയണത് കാണുമ്പോ ഇയാൾ മനസ്സിലാക്കാണ്, ഈ കുട്ടിനെ രക്ഷപ്പെടുത്തിയാല് ഞാൻ ഒരു പക്ഷെ മരിക്കും, സാരല്ല, ഞാൻ ഇനി മരിച്ചാലും പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യമില്ല, കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ ഉള്ള ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, മക്കളൊക്കെ അന്തസ്സോടെ കെട്ടിച്ചയച്ചിട്ടുണ്ട്, എനിക്ക് നീന്താ അറിയല്ലോ, ഞാൻ ഈ ധർമ്മം ഇപ്പൊ ചെയ്യണല്ലോ, ഞാൻ ആ കുട്ടീനെ രക്ഷപ്പെടുത്തണല്ലോ എന്ന് കയറി ഒരൊറ്റ ചാണലും ഇറങ്ങലും ആ കുട്ടീനെ രക്ഷപ്പെടുത്തിയപ്പോ ആ കുട്ടി പറയണെന്ന്, നിങ്ങള് ദൈവതുല്യം പോലെയാണ് എനിക്ക്. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ നിന്നെ രക്ഷപ്പെടുത്തിയ സംഭവം എന്റെ വാപ്പ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളും പാരിതോഷികങ്ങളും തരാതിരിക്കൂല. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണം.
എന്റെ വാപ്പ ഈ നാട്ടിലെ വലിയ സമ്പന്നനാണ്, ഈ നാട്ടിലെ മുതലാളിയുടെ മോനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളെ എന്നെ രക്ഷപ്പെടുത്തിയ സന്തോഷം ഉപ്പ അറിയട്ടെ, ഈ ചളിയും ചേറ് കൊടുക്കണം, നമുക്ക് ഉപ്പാന്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. അതിൽ ആ കുഞ്ഞു മോനോട് ആ വാപ്പ പറഞ്ഞു, മോനെ ഒന്നും വേണ്ട, എനിക്ക് ഇപ്പോഴുള്ള പാരിതോഷികം വേണ്ട, നീ ഈ ലോകത്തിന് ഒരു ഉപകാരമുള്ള മുത്തായി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് ഭാവിയിൽ അറിയാൻ സാധിച്ചാൽ മാത്രം മതി, അല്ലാതെ ഒന്നും വേണ്ട മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പ പിരിഞ്ഞു. കാലങ്ങൾക്ക് ശേഷം ആ പറഞ്ഞപ്പാക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരു ചെറിയ കാർഡിയാക് അറസ്റ്റ്. ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്ന് മാറിപ്പോയി. അവസാനം ഒരാളും പറഞ്ഞു, ഇവിടെ ഒരു വിദഗ്ധ ഡോക്ടർ വരുന്നുണ്ട്, ആ ഡോക്ടർ നോക്കിയാൽ അധിക പ്രശ്നങ്ങളും തീർക്കും, വലിയ വിദഗ്ധരാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കാർഡിയോളജി വിഭാഗത്തിന്റെ ICCUവിൽ അത്യാസന്ന വിഭാഗത്തിൽ കഴിയുന്ന ഈ പാവപ്പെട്ട ഉപ്പാനെ ചികിത്സിക്കാൻ വരുന്നത് ആരായിരുന്നു അറിയോ? വർഷങ്ങൾക്ക് മുമ്പ് ഈ കുളത്തിൽ നിന്ന് ഈ വാപ്പ രക്ഷപ്പെടുത്തിയത്. എന്നാ ആലോചിച്ചു നോക്ക്, സംഭവം വിഷമം കൊണ്ട് പറയാൻ കഴിയില്ല. ആ കുട്ടി വന്നു, ശ്വാസങ്ങളൊക്കെ തിരിച്ചു കിട്ടി, മുഖപ്രസന്നതയോടുകൂടി ഉപ്പാനെ പരിചയപ്പെട്ടു. എവിടെയാണ് ഉപ്പാന്റെ വീട്? ഇന്ന സ്ഥലത്താണ്. ഓ, ഞാൻ മുമ്പൊക്കെ കളിച്ചു നടന്ന നാടാണ് ഇതൊക്കെ എന്ന് ഡോക്ടർ പറയാ. മുമ്പൊക്കെ ഞങ്ങൾ കളിക്കാനൊക്കെ വന്നിരുന്ന നാടാണ്, ഞാനവിടെ ഒരു കുളത്തിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു മുമ്പ്, എനിക്ക് നല്ല ഓർമ്മയുള്ള സ്ഥലമാണെന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. ആ മോനെ, അന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയിരുന്നില്ല ഒരാള് ആയിക്കോടെ വന്നപ്പോ? അതെ, ആ കാക്കയാണ് ഞാൻ. മനസ്സിലായില്ലേ? അപ്പൊ ലോകത്തിന് വലിയൊരു മുത്തായി നീ മാറിയിട്ടുണ്ട്, നിനക്ക് ഭാവിയിൽ അറിഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് എന്തിനാന്ന് എനിക്ക് ദൈവം അന്ന് മറുപടി തരും. ലോകരുടെ മുഴുവനും ജീവൻ തിരിച്ചു കൊടുക്കാൻ, ലോകരുടെ മുഴുവനും ഹാർട്ട് ശരിയാക്കാൻ, ആ മരണത്തോട് മല്ലിടുന്ന ആൾക്കാർ എന്റെ മുമ്പിൽ വരുമ്പോ അത് ശരിയാക്കണ പണി നീ ഭാവിയിൽ വെച്ച് ചെയ്താൽ മതി, ഇപ്പൊ ഞാൻ എന്റെ പണി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് ലോകത്ത് വലിയ മാതൃകയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾ ടീം കോർഡിനേറ്റർ ആയിട്ട് ഇരിക്കല്ലേ. നിങ്ങൾ ഇന്ന് തന്നെ കരയെ, നിങ്ങൾ ചെയ്തതൊന്നും ശരിയല്ല. ഞാൻ കമ്പനി ടീം കോർഡിനേറ്റർ ആയിട്ട് എന്തുണ്ടായി, ഞാൻ ഏരിയ ടീം കോർഡിനേറ്റർ ആയിട്ട് എന്തുണ്ടായി, ഞാൻ ഡിസ്ട്രിക്ട് ആയിട്ട് എന്തുണ്ടായി, എന്ത് മാറ്റം ഇതിൽ വന്നത് നിങ്ങളൊന്ന് ചിന്തിക്കും. നിങ്ങൾ ഇത് ചിന്തിക്കുക. നിങ്ങളെ കുട്ടി 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ചെയ്തിരുന്ന പണി തന്നെയാണ് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങളെ കുട്ടിനെ പ്രസവിച്ചത് കൊണ്ട് എന്ത് കാര്യം ഉണ്ടായി? നിങ്ങളുടെ കുഞ്ഞുണ്ടായിട്ട് എന്ത് നേട്ടം ഉണ്ടായി? ഇന്നലെ വരെ എന്റെ കുഞ്ഞ് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് പാത്രങ്ങൾ കഴുകി വെക്കാറുണ്ടായിരുന്നില്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോ അവന്റെ പാത്രം അവൻ കഴുകി വെക്കണം. പിന്നത്തെ വർഷം കഴിയുമ്പോ അനുജത്തിൻ്റെതും കൂടി അവൻ കഴുകി വെക്കണം. പിന്നത്തെ സമയം വരുമ്പോ സ്വന്തം 8ാം ക്ലാസ് പഠിക്കുമ്പോ ചൂലെടുത്ത് അടിച്ചു വരിച്ച് വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുളിച്ചിട്ട് ഫ്രഷായിട്ട് സ്കൂളിലുള്ള പുസ്തകമൊക്കെ എടുത്തു വെച്ച് ഡ്രസ് കോഡ് ഇട്ട് പോകുന്ന ആളായി മാറണം. വൈകുന്നേരം 7 മണിക്ക് വന്നാൽ 6 മണിക്ക് സ്കൂളിട്ട് വന്നാല് ഡ്രസ്സും കാര്യമൊക്കെ ഒരിടത്ത് ഒഴിച്ചു മാറ്റി വെച്ചതിന് ശേഷം ചായ കൂടി കഴിഞ്ഞതിന് ശേഷം അനിയത്തിന്റെ കൂടെ കളിക്കാൻ ഇറങ്ങണം. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അനിയത്തിനെ കൂട്ടി വന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി അവളെ മാറ്റി അവരെ ലേണിംഗ് ടേബിളും ഒക്കെ പഠിക്കാൻ വേണ്ടി ഇരുത്തി കൊടുക്കണം. അവൾക്കുള്ള സംശയങ്ങളും തീർത്തു കൊടുക്കണം. എന്റെ പഠനത്തിനോടൊപ്പം മോള് പറഞ്ഞ 5 എത്ര, എന്നാ 1 മുതൽ 10 വരെ എണ്ണിക്കാം, എന്നാ ഇംഗ്ലീഷിലൊന്ന് എണ്ണിക്കാം, എന്നാ ഞാൻ 8 എന്ന് പറയാം, ഇംഗ്ലീഷിൽ എത്ര പറയാം 5 എന്ന് പറയും, എന്നാ ഞാൻ മലയാളത്തില് പിന്നെ പറയാം, അല്ലെങ്കിൽ 6 എന്ന് ഞാൻ പറയാം, അതിന് നമ്മളെങ്ങനെ കണക്കിൽ മലയാളത്തിൽ പറയാം എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഗെയിമായി ആ കുഞ്ഞു ആണെന്നെങ്കിലേ നിങ്ങൾക്ക് കാര്യമുള്ളൂ. ഇവിടെ നിങ്ങളുടെ ടീമിനെ കാണുമ്പോ ഞാൻ എന്റെ കാറിൽ മൈലൈഫ് അല്ലാതെ പറയുന്നത് പുറത്താക്കോടെ ഇറക്കി വിടും ഓടുന്നത്. മൈലൈഫ് അല്ലാത്തത് പറയണവർക്കുള്ള കാറല്ലാത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ടീമിന് വേണ്ടി ചെയ്യുന്നവർക്കുള്ള കാറാ. ഞാനൊരാൾക്കൊരു വെള്ളം വാങ്ങി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം മൈലൈഫിന്റെ ടീമിനും മാനേജ്മെന്റിനും വാങ്ങിയാൽ ഞാൻ വാങ്ങിക്കൊടുക്കും. എന്റെ പിൻ തലമുറക്ക് വേണ്ടിയാ, അല്ലാതെ എന്റെ അടുത്ത് വലിയ പൈസക്കാരനായിട്ടല്ല. എന്നെ സ്നേഹിച്ചവരെ തിരിച്ചു സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട് എനിക്ക്. എന്നെ സ്നേഹിച്ചവരെ തിരിച്ചു സ്നേഹിച്ചിരിക്കില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനുമല്ല. അവിടെ എനിക്ക് ലക്ഷങ്ങളും കോടികളും വിഷയമല്ല. ഞാൻ എന്റെ ടീമുകാരോട് പറയാറുണ്ട്, എന്റെ അസോസിയേറ്റിൽപ്പെട്ട ഒരാൾക്ക് കിഡ്നി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കിഡ്നി ബുക്ക് ചെയ്തോ, ഏത് സമയം പറഞ്ഞാൽ ഞാൻ വന്ന് എടുത്താണ് തരും. ഒരു നഷ്ടം ഉണ്ടാവില്ല. ടീം വർക്ക് അതാണ്. രക്തത്തിന് രക്തം കൊടുക്കാനും കണ്ണിന് കണ്ണ് കൊടുക്കാനും. ഞാൻ നമ്മുടെ നൂറുദ്ദീൻ സാർ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. നൂറുദ്ദീൻ സാർ ആദ്യമായിട്ട് കാണാൻ അയാൾ മോഡി കേരള അംബാസിഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രവർത്തകനാണ്. 2 കണ്ണും ഒരു അപകടാവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോയതാണ്.
അദ്ദേഹത്തിന് പ്ലാൻ പറയാൻ വേണ്ടി ഞങ്ങൾ 4-5 ലീഡേഴ്സാ പോയത്. അദ്ദേഹത്തിന് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, MLM ലീഡർ അല്ലേ. ഞങ്ങൾ ചെന്നപ്പോ 2 കണ്ണും ഇങ്ങനെ അപകടത്തിൽ നഷ്ടപ്പെട്ടത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്റെ കണ്ണ് നിങ്ങൾക്ക് ഒന്ന് തന്നാൽ നിങ്ങൾക്ക് കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടുമോ എങ്കിൽ ഞാൻ എന്റെ കണ്ണ് തരാൻ തയ്യാറാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ശാസ്ത്രീയമായിട്ട് അത് പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കണ്ണിന്റെ കാഴ്ച കിട്ടുന്നിടത്ത് അല്ല, കിട്ടാൻ സാധ്യതയില്ലാത്തൊരു വിധത്തിലാണ് അത് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലേ, ചോദിച്ചു നോക്ക്, നിങ്ങൾ ടീം അത് കേട്ടതല്ലേ. എന്റെ കണ്ണിന്റെ കാഴ്ച, എന്റെ ഒരു കണ്ണ് മതി എനിക്ക്, എന്റെ ഒരു കിഡ്നി മതി എനിക്ക്. മനസ്സിലായില്ലേ? ഇത്രയുമാണ് നമ്മുടെ ടീമിനോടുള്ള ബന്ധം. ഇത് നാളെയുടെ സത്യത്തിന്റെ വർണ്ണശോഭ പരത്തുന്ന, പ്രകാശം പരത്തുന്ന ഒരു അത്ഭുത പ്രകാശ ഗോപുരമാണ് മൈലൈഫ്. മൈലൈഫ് ചെയ്യാൻ അറിയാത്തവർ എന്തൊക്കെ ചെയ്യും? 4 ദിവസം മുമ്പ് എന്നോട് പ്രൊഫസർ വിളിച്ചിട്ട് പറഞ്ഞു, താറാൻ ഉസ്താദെ, ഇത് ചെയ്തിട്ട് പരാജയപ്പെട്ട 1-2 ആൾക്കാരെ ഞാൻ കണ്ടുവന്നു. ഞാൻ പറഞ്ഞ 1-2 ആൾക്കാരെ കണ്ടിട്ടുള്ളൂ, ഞാൻ 1000 ആൾക്കാരെ കാണിച്ചാൽ വരിക. മനസ്സിലായില്ലേ? അയാൾ എന്നെ നെഗറ്റീവ് ആക്കാണ്. അയാൾ പറഞ്ഞത് ചെയ്താൽ വിജയിക്കൂല എന്നുള്ള അർത്ഥമാണ് അവിടെ കൊടുത്തത്. ഞാൻ പറഞ്ഞ 1000 ആൾക്കാരെ ഞാൻ കാണിച്ചുതരാം, വിജയിച്ച ഇന്നമാണെങ്കിൽ നോക്കിക്കോളിയാണ്. വിജയിച്ച എന്റെ ലീഡേഴ്സിനെ കാണിച്ചുതരാം, അല്ലെങ്കിൽ പരാജയപ്പെട്ട ഒരുപാട് ആൾക്കാർ കാണിച്ചുതരാം. ഈ പരാജയപ്പെട്ടവന് എവിടെയെങ്കിലും വിജയിച്ചതെന്ന് കാണിച്ചു തരുമോ വെച്ചാൽ, സ്വന്തം ഭാര്യന്റെ മുമ്പിൽ പോലും അവൻ വിജയിച്ചിട്ടില്ല. മക്കളെ മുമ്പിൽ പോലും ഞങ്ങളെ വാപ്പേനകത്ത് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ അവനെ പറ്റൂല. പിന്നെ എന്തിനാ ഓൻ്റെത് വാക്ക് കേട്ട് നടക്കുന്നത്? പണ്ട് ഞാനൊരാ പ്രമേഹത്തിന് ചികിത്സിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഉൽപ്പന്നം കഴിച്ചു തുടങ്ങിയോ? ഇല്ല, ഞാൻ ഉൽപ്പന്നം കഴിച്ചു തുടങ്ങിയിട്ടില്ല, ഇപ്പൊ ഞാൻ വേറെ പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഞാനിപ്പോ അത് കഴിച്ചില്ല, ഞാൻ തുടങ്ങണമെന്നുണ്ട്. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളെ പ്രൊഡക്റ്റ് കൊണ്ടുപോയി വെച്ചിട്ട് ഡയബാലൈഫ് കയ്യിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഞാൻ ചോദിച്ചു, എന്താ കഴിക്കാത്തത്? അത് ഞാൻ എന്റെ മാഷോടൊന്ന് ചോദിച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മാഷോട് എന്തിനാ ചോദിക്കുന്നത്? അല്ല, മാഷ് പ്രമേയമുള്ള ആളാണ്, അയാള് എന്ത് ഭക്ഷണ രീതിയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കഴിക്കണമെന്നൊക്കെ അറിയാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, പ്രമേയമുള്ള ആളെ നമ്മൾ പിന്തുടരാൻ പോണ, ഇല്ലാത്തവനെയാണ് പിന്തുടരുന്നത്. അല്ല, അതുകൊണ്ടല്ല, മുമ്പ് 10-25 വർഷമായിട്ട് പ്രമേയം ഉണ്ട്. അപ്പൊ അയാളോട് ചോദിച്ചാൽ അയാൾ കുറെ ഉപദേശങ്ങളൊക്കെ തരൂലേ. ഞാൻ പറഞ്ഞു, അയാൾ തരാനുള്ള ഉപദേശം എന്താണെന്ന് അറിയോ? അങ്ങനത്തെ കണ്ണി കണ്ട മരുന്നൊന്നും കഴിക്കണ്ടോ എന്നാ പറയാനുള്ളത്. എന്നിട്ട് നല്ല മരുന്ന് കഴിച്ചിട്ട് 25 വർഷമായിട്ട് പ്രമേയം മാറ്റാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ട് വെറും 6 മാസമേ ചോദിച്ചിട്ടുള്ളൂ, അതിനിടയിൽ നിങ്ങളെ പ്രമേയം ഞാൻ മാറ്റി തരാം. എന്റെ വാക്ക് കേട്ട് അവസാനം ഞാൻ പറഞ്ഞു, കഴിക്ക്, മര്യാദ കഴിക്ക്. അയാളുടെ പ്രശ്നം തരുന്ന അറിയോ? ഒരു ദിവസം 6 പ്രാവശ്യം രാത്രി മൂത്രമൊഴിക്കാൻ പോയിട്ട് ഉറക്കിട്ടണില്ല. ഞാൻ പറഞ്ഞു, ആദ്യം പ്രമേയം ചെക്ക് ചെയ്യാറുണ്ട്. പ്രമേയം ചെക്ക് ചെയ്തപ്പോ 600 പ്രമേയം ഉണ്ട്. അയാളോട് ലാബുകാർ പറഞ്ഞു, ഇനി അതിന്റെ അപ്പുറം ചെക്ക് ചെയ്യാൻ അമേരിക്കയിൽ നിന്ന് പുതിയ മെഷീനായിട്ട് കൊണ്ടുവരണ്ടേ. അങ്ങനത്തെ പ്രമേയം വെച്ചിട്ടായി കളിക്കുന്നത്. ആള് നഷ്ടപ്പെടും, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്നലെ PUC-യിൽ വെച്ച് ഞാൻ പിന്നെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തു, ലിപ്പിഡ് പ്രൊഫൈൽ. ആകെ ഒരു ശരീരത്തില് TGL കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ, പിന്നെ VLDL കൊളസ്ട്രോളും HDL കൊളസ്ട്രോളും എല്ലാം കൂടി ചേർന്നാൽ 200 പാടുള്ളൂ, അതിനപ്പുറം പാടില്ല. അയാളുടെ LDL എന്ന ചീത്ത കൊളസ്ട്രോൾ മാത്രം 350 മേലുണ്ട്. ഹാർട്ടിനെ ബ്ലോക്ക് ആക്കി കളയുന്ന TGL, അതേപോലെ LDL കൊളസ്ട്രോൾ ഉണ്ട്. TGL ട്രൈഗ്ലിസറൈഡ്സ് കൊളസ്ട്രോളാ, അത് അയാൾക്ക് 180 മേലുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മളെ പ്രൊഡക്റ്റ് കഴിക്കാൻ ദൈവം അയാൾക്ക് വിധി കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഏറെ 1.5 ആഴ്ചനുള്ളിൽ അയാൾ ചത്തുപോകും, മരിച്ചു പോകും. ഇത്രയും അപകടാവസ്ഥയിൽ പോവുകയാണ് നമ്മൾ. അതുകൊണ്ട് അവർ ആരോഗ്യ നിലയിലേക്ക് നിങ്ങൾ കടന്നു വരുന്ന പ്രകാശത്തിന്റെ ഒരു ബിസിനസ്, ഒരുപാട് ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രകാശത്തിന്റെ ബിസിനസ്, ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രകാശത്തിന്റെ ബിസിനസ് ഉമർ ഉസ്താദ് എനിക്ക് എത്തിച്ചു തന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അനേകം റഹ്മത്ത്, സന്തോഷങ്ങൾ പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം മാതൃകയാണ്. സ്വന്തം മക്കളെ മുഴുവൻ ജോലി 1.5 ലക്ഷം ജോലി ഇവിടെ കളഞ്ഞു കൊണ്ടുവന്നല്ലോ. ഉമർ ഉസ്താദ് പറഞ്ഞതൊന്നുമല്ല. ഉമർ ഉസ്താദിന്റെ വിജയം കണ്ട് മോൻക്ക് ബോധം വന്നത്. ഞാൻ ഗൾഫിലിരുന്ന് വാങ്ങി കഷ്ടപ്പെടുന്ന, ഭാര്യനെ കാണാതെ ഉമ്മനെ കാണാതെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു വരുമാനം എന്റെ ഒരു കഷ്ടപ്പാടില്ല, അത് ആഴ്ചയിൽ വാങ്ങുന്നുണ്ട്. അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് നാട്ടിലേക്ക് വന്നത്. ഈ ഒരു ചികിത്സ, ഈ ഒരു മനസ്സ് നമ്മുടെ ഹൃദയം ഏറ്റെടുക്കാത്തതാണ് കുഴപ്പം. നിങ്ങളെ ഹൃദയം ഇത് ഏറ്റെടുക്കുന്നത് വരെ ഒന്ന് പഠിപ്പിക്കുക. നിങ്ങളോട് ലിസ്റ്റ് മേക്ക് ചെയ്യാൻ പറഞ്ഞു. ലിസ്റ്റ് മേക്ക് എന്ന് കേട്ടിട്ടല്ലുള്ളൂ, ഇന്ന് വരെ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറയട്ടെ സുഹൃത്തെ, ഒന്ന് കണ്ണടച്ചിരുന്നാൽ 10 ആളെ പേര് വരും. ആ പേര് വരുമ്പോ ആ പേര് എഴുതി വെക്കുക. എന്നിട്ട് അവർക്ക് ഒരു പേസ്റ്റുമായിട്ടും സോപ്പുമായി ഷാമ്പുമായി റോൾ ഓൺ ഇൻഹീലറുമായി അവരെ കാണാൻ പോവുക. എന്നിട്ട് റോൾ ഓണൊക്കെ കയ്യിൽ എഴുതി കൊടുത്തിട്ട് ഒന്ന് സ്മെൽ ചെയ്ത് നോക്കുക. ഞങ്ങളെ ഉൽപ്പന്നങ്ങളാണ്, ഇതിലെ ഏതെങ്കിലും ഒന്ന് എടുക്കണോ, നമ്മളെ ബിസിനസ് അല്ലേ എന്നൊക്കെ പറയുമ്പോ ഇതെന്നു പറഞ്ഞെടുക്കണ്ട,
ഇത് ലക്ഷറി ബാത്യം പറഞ്ഞ മുഖത്തുള്ള കലൊക്കെ പോകും. മോളെ ഇവിടെ വന്ന് മോള് ഇവിടെ മുഖത്തുള്ള ഈ കലൊക്കെ പോകും. അതിന് ഇതിനോട് കൂടെ ഒരു ഷാമ്പു ഈ ഇതിനൊപ്പം എന്തുണ്ട്, ഒരു ഫേസ് വാഷും ഒരു ക്രീമും ഉണ്ട്. അത് യൂസ് ചെയ്ത് തീർച്ചയായിട്ടും പോകും. എന്നാ അതൊന്ന് കൊടുത്തോളൂ. ബിസിനസ് ആയിരുന്നോ, ആ കുടുംബം വന്നു, അവരെ ഫോളോ അപ്പ് ചെയ്തു, അവരറിയാതെ ഇതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറായി. എന്നിട്ട് നമ്മൾ പറയണേ ഒരു 500 റുപ്യക്കെങ്കിലും സാധനം എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൽ മെമ്പർഷിപ്പ് എടുത്തുതരാം, എന്നിട്ട് എനിക്ക് കിട്ടുന്ന അതേ റേറ്റിനാണ് തരാം. അപ്പൊ ഒരു എത്ര ലാഭം ഉണ്ടാവും? അപ്പൊ ഒരു 10-200 റുപ്യ ലാഭം ഉണ്ടാവും. എന്നാ മെമ്പർഷിപ്പ് എടുക്കുക. അതിനെന്തൊക്കെയാ വേണ്ടത്? അതിന് ആധാർ കാർഡും കാര്യങ്ങളൊക്കെ വേണം. അതെ, ആധാർ കാർഡൊക്കെ കൊടുക്കണം. അങ്ങനൊക്കെ പറ്റുമോ? ആധാർ കാർഡൊക്കെ കൊടുത്താൽ പ്രശ്നമല്ലേ? ഞാൻ പറഞ്ഞ ആധാർ കാർഡ് ഇപ്പൊ എവിടെ ഇല്ലാത്തത്? ബാങ്കിലുണ്ട്, അക്ഷയയിലുണ്ട്. നിങ്ങൾ വെല്ലിങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് അക്ഷയ പോയാലും നിങ്ങൾ ആരാന്നും അഡ്രസ് ഏതാന്ന് വാപ്പാന് വരാന്ന് ഏത് ലോകത്തൊന്നും പറഞ്ഞു. നമ്മൾ ആധാർ എന്ന സാധനം എല്ലായിടത്തും ലിങ്കില്ലല്ലേ, ഇല്ലാതെങ്ങനെ പറ്റും? അതൊക്കെ കഴിഞ്ഞതല്ലേ ഈ സാധനം. നിങ്ങൾ ബാങ്കിൽ ലിങ്കിങ് ഇല്ലാത്ത ആധാർ കൊണ്ടുന്ന കാര്യങ്ങൾ ബാങ്കിൽ നിന്ന് പ്രശ്നം വരൂലേ? പാൻ കാർഡ് ആധാറായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യൻ ഇന്ത്യക്കാരനായി ജീവിക്കണമെങ്കിൽ, നമ്മളൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആധാറാണ് മൂല ആധാരം. അത് നമ്മൾ ചെയ്യണ്ടേ? അപ്പൊ അത് ചെയ്യണം. അങ്ങനെ ചെയ്തു. അങ്ങനെ മെമ്പറെ കിട്ടി, പ്രോഡക്റ്റ് കൊടുത്തു, പർച്ചേസ് ചെയ്തു. നാളുകളിൽ മീറ്റിംഗിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മകളുടെ മുഖത്തെ ഒരൊറ്റ റിസൾട്ട് പോലെ നിങ്ങൾക്ക് ഒരു കുടുംബം, ഒരു വൺ മാൻ എസിക്കൽ വൺ ഇൻഡസ്ട്രി. ഞാൻ അലിഖുർ സാർക്ക് ഇവിടെ കൊടുത്തത് ഒരു ഓപ്പർച്യൂണിറ്റി മാത്രം. അദ്ദേഹമാണ് തടി കുറക്കാൻ വേണ്ടി എന്ത് കഴിക്കണമെന്ന് തീരുമാനിച്ചത്, ഭാര്യന്റെ മെൻസസിന് പ്രശ്നം തീർക്കാൻ എന്ത് കൊടുക്കണമെന്ന് തീരുമാനിച്ചത്, അദ്ദേഹത്തിന്റെ ടീമിനും കുടുംബത്തിനും അയൽവാസികളിലും പരത്തി ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ഇപ്പൊ ഞാനൊന്നും പറയാതെ അലിഖുർ സാർ അത് നാട്ടില് ഒരു GTS ഒക്കെ നടത്താൻ പറ്റി വലിയൊരു സെന്റർ ഉണ്ടാക്കിക്കണേ ഞാൻ പറഞ്ഞിട്ടാണോ? അത് എന്റെ സ്ഥാപനല്ലേ. അലിഖുർ സാർ ഒരു 9 ലക്ഷം റുപ്യ രൂപയ്ക്കുണ്ടാവും. എന്റെ സ്ഥാപനമാണത്. ഞാനൊരു റുപ്പി കൊടുത്തിട്ട്, ഞാനവിടെ സ്ഥലത്തിന് പൈസ കൊടുത്തിട്ടില്ല. എനിക്കൊരു അലിഖുർ സാർ സ്ഥലം വാങ്ങി തന്ന് എനിക്കൊരു സ്ഥാപനം നടത്തി തന്ന്, ധാരാള സ്ഥലം നിങ്ങളെ വരണമെന്നില്ല, ഞാൻ തന്നെ നടത്തി കൊടുത്തോളാട്ടോ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇതില്ല എനിക്ക് എത്ര ലക്ഷം ലാഭം. ഇനി എന്റെ ടീമിനോട് പറയാനുള്ളത് എന്താണെന്നറിയോ? നിങ്ങൾ എല്ലാവരും 1 to 1 കൊടുക്കാൻ പഠിക്കണമെങ്കിൽ ലീഡർ കൂടെ കുറച്ച് നടക്കണം. എന്നിട്ട് ലീഡർ സഹായിയായി മാറണം. ലീഡറോട് പറയണം, നാളെ അടുത്ത് പോകണം, ഇന്നൊന്ന് കൊണ്ടുപോകാം, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർക്ക് പ്ലാൻ കൊടുക്കണമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പഠിക്കാനാണ് കേട്ടോ എന്ന് പറയാം. അങ്ങനെ നിരന്തരം പല ആളുകളെടുത്തും പോയിട്ട് ലീഡർ എങ്ങനെയൊക്കെയാണ് അവരുടെ സംസാരിച്ച് തുടങ്ങുന്നത് എന്ന് നോക്കണം. ചില സമയത്ത് ലീഡർ കീഴടങ്ങുന്നത് കാണാൻ സാധിക്കും, ചില സമയത്ത് മിണ്ടാതിരിക്കുന്നത് കാണാൻ സാധിക്കും, ചില സമയത്ത് കേട്ടുകൊടുക്കുന്നത് കാണാൻ സാധിക്കും, ചില സമയത്ത് പ്രതികരിക്കുന്നത് കാണാൻ സാധിക്കും, ചില സമയത്ത് രാഷ്ട്രീയം കലർന്നു വരുന്നത് അവിടെ സംസാരത്തിൽ വന്നാൽ ലീഡർ രാഷ്ട്രീയത്തിൽ നിന്ന് നല്ല ഒഴിഞ്ഞു മാറുന്നത് കാണാൻ സാധിക്കും. രാഷ്ട്രീയ വർത്താനം അവിടെ വരാൻ പാടില്ല, മതസംഘടനയുടെ പ്രശ്നം അവിടെ വരാൻ പാടില്ല. നിങ്ങളൊക്കെ ഈ വേഷത്തിൽ നടന്ന ആളുകൾ ഇങ്ങനെ ആയിരുന്നു പറയാൻ പാടില്ല. അതിനൊക്കെ പ്രതികരിക്കുന്നതിന് പല ഭാവങ്ങളുണ്ട്. നിങ്ങൾ ലീഡറുടെ കൂടെ നടന്ന് പഠിക്കും. അങ്ങനെയാണ് സുഹൃത്തുക്കളെ എല്ലാം പഠിക്കേണ്ടത്. നിങ്ങളൊരു കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ അറിയാം, ആ കുതിര വെറുതെ അങ്ങോട്ട് ഓട്ടൊന്നുമില്ല ചെയ്യാം. അപ്പുറത്തുനിന്ന് വരുന്ന എതിരാളി ആരാണെന്ന് മനസ്സിലാക്കുകയും എതിരാളിയോട് കൂടെ ഓടാനും മാറാനും താവാനും ഒക്കെ കുതിരക്കറിയാം. അത് കണ്ടെങ്കിൽ പഠിക്കുക. ലീഡറുടെ കൂടെ നടന്ന് 1 to 1 എങ്ങനെ പഠിക്കണമെന്ന് പഠിക്കുക. ടൂളില്ലാതെ 1 to 1 പോവല്ലേ. നിങ്ങൾക്കൊരു ബാഗ് ഉണ്ടോ? നിങ്ങൾ ബാഗുള്ളവരൊക്കെ ഒന്ന് കൈബന്ധിച്ചാണ്. കയ്യിൽ ടൂൾ കിറ്റ്, അതില് ബ്രോഷർ, അതില് പോസ്റ്റർ, അതിൽ ആളെ ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള ഫോം ഉള്ളവരൊക്കെ ഒന്ന് കൈബന്ധിച്ചാണ്. നിങ്ങൾ എന്ത് ലീഡർഷിപ്പാ ചെയ്യണം? മുഹമ്മദ് അലി സാർ കൈബന്ധിച്ചിട്ടുണ്ട്. ഹാൻഡ് റൈസിങ് ഇങ്ങനെ ചെയ്യണമെന്നില്ല, കൈ ഒന്ന് ഇങ്ങനെ ബന്ധിച്ചാൽ മതി. ഞാൻ കണ്ടോളൂ, വീഡിയോയിൽ വന്നാലേ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, എല്ലാരും കണ്ടു. ഞാൻ പറയണ എന്താ, ടൂൾ കിറ്റില്ല, അത് ദയവ് ചെയ്ത് പണിക്ക് പോവല്ലേ. എന്റെ വീട്ടില് ഞാൻ തെങ്ങ് തുറക്കാൻ, തെങ്ങിന്റെ അടിഭാഗം ശരിയാക്കാൻ ഒരു ബംഗാളിനെ ഏൽപ്പിച്ചു. അയാൾ വന്ന് ഇവിടെ പുറത്തു നിൽക്കുന്നുണ്ട്. ഭാര്യനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, സുമേ അവിടെ ബംഗാളി വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു. ബംഗാളി തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട്, ഞാൻ 2-3 സാധനങ്ങൾ എഴുതി തരാം, അതൊന്ന് വാങ്ങിക്കൊടുന്നേരോ, ഞാൻ പണി ചെയ്തു തരാം. ആയിക്കോട്ടെ, എന്താ എഴുതി കാട്ടും. കൈക്കോട്ട്, പിക്കാസ്, ഒരു കൊട്ട, അതുപോലെ എഴുതി നമ്മൾ വാങ്ങിക്കൊണ്ടേ കൊടുക്കണോ? അങ്ങനത്തെ ഒരു പണിക്കാരനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആയുധം വേണം. ഒരു ആശാരി വന്നാൽ ആശാരിന്റെ ഉള്ളി നമ്മൾ കൊണ്ടേ കൊടുക്കല്ലേ. അവന്റെ കയ്യിൽ അവന്റെ പണിയായുധം വേണം. നമ്മുടെ പണിയായുധമാണ് സുഹൃത്തെ ഈ പേനയും നല്ല ഡയറിയും ഒക്കെ. എന്റെ അടുത്തുള്ള ഡയറി കണ്ടില്ലേ? നല്ല വിലപിടിപ്പുള്ള ഡയറിയാണ്. ഇതിൽ നമ്മൾ നല്ല വിലപിടിപ്പുള്ള ഡയറി അല്ലാത്തത് വാങ്ങിയത്. ലോക്കൽ നോട്ട് ബുക്കിന്റെ കാലം കഴിഞ്ഞത് ബിസിനസ്സാ. നിങ്ങളുടെ ഒരു നോട്ട് ബുക്ക് കണ്ടിട്ടാണ് നിങ്ങളെ വിലയിരുത്തുക പുതിയ ആള്. ഇപ്പൊ നമ്മളിതിൽ പുതിയ ഒരാൾ കടന്നു വന്നിട്ടുണ്ട്.
അയാളെ കണ്ണൻ എന്നാണ്, സുരേഷ് കുമാർ എന്ന് വിളിക്കുക. 100-ലധികം കമ്പനിയുടെ പ്ലാൻ പഠിച്ച ആളാ. അയാൾ അവസാനം സെർച്ച് ചെയ്തിട്ട്, നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയത് മൈ ലൈഫിന് മാത്രമാണ്. മൈ ലൈഫിന് വന്നു. അദ്ദേഹം എനിക്ക് വിളിച്ചു, ഒരു 1.5 മണിക്കൂറോളം വിളിച്ചു. അദ്ദേഹം ഇപ്പൊ ജോയിൻ ചെയ്തു. അദ്ദേഹം മുഹമ്മദ് സാറെ കണ്ടു, ഡയറി കണ്ടു. ഞാൻ പറയാം, നല്ല മുന്തിയ പേന, എന്നിട്ട് നല്ല ബുക്ക്, നിങ്ങളെ ഇഷ്ടക്കാരുടെ പേര്, കുടുംബത്തിന്റെ പേര്, നാട്ടുകാരുടെ പേരൊക്കെ എഴുതി. എന്നിട്ട് അവരെ ഇന്ന് തന്നെ ഫോളോ അപ്പ് ചെയ്യും. എന്നിട്ട് ലീഡേഴ്സിന് സന്തോഷം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഫോട്ടോ നിങ്ങളെ ഗ്രൂപ്പിലിട്. അപ്പൊ ഒരു പുതിയ ഉപദേശം കിട്ടും, ഒരു പ്രോത്സാഹനം കിട്ടും. ആ ഉപദേശത്തിനും പ്രോത്സാഹനത്തിനും വലിയ മൂല്യം കൊടുക്കേണ്ടി വരും. വില മതിക്കാത്ത മുത്തായിട്ട് അത് കാണും. നാളുകളിൽ നിങ്ങൾ വളരട്ടെ എന്നും ഇതുകൊണ്ട് നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ എന്നും മനസ്സിൽ മ്ലാനതയും വിമുഖതയും കാണിച്ചിരിക്കാതെ, ലജ്ജ കാണിച്ചിരിക്കാതെ, ഞാനൊരു MLM-ന്റെ ലീഡറാണ്, നാളെയിൽ ഭാവിയിൽ ജയിച്ചു പൂക്കുന്ന ഒരു ടീം ലീഡറാണ്, എന്റെ ടീമിന്റെ നന്മകൾ കണ്ട് നാളെ ഞാൻ സന്തോഷിക്കുന്ന ഒരു ദിനം വരും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച അമീദ് ഉസ്താദിനും, എനിക്ക് അവസരം ഒരുക്കിയ ഉമർ ഉസ്താദിനും, അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന് MC ചെയ്തിട്ടുള്ള അബ്ദുറഹ്മാൻ സാർക്കും 1000 ഹൃദയം നിറഞ്ഞ നന്മകളും, ഇത് കേട്ടിരുന്ന, എന്നെ സഹിച്ചിരുന്ന, ഇത് വിലയിരുത്തിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് നമ്മുടെ കുടുംബം നാളുകളിൽ ഒരാളുടെ മുമ്പിലും തലകുനിക്കാത്ത, ഒരാളോട് കടം വാങ്ങി മാനം കെടാത്ത, ഒരു ആശുപത്രി കേസ് വരുമ്പോൾ ഫൈനാൻഷ്യൽ സാമ്പത്തിക ഫ്രീഡം ഉള്ളവരായി, ഒരു പ്രതിസന്ധി വരുമ്പോൾ സമ്പത്ത് കൊണ്ടൊരു തടസ്സം അവർക്ക് ഉണ്ടാവാത്ത, പൈസ ഒരു വിഷയമല്ലാത്ത വലിയ ഫാമിലിയുടെ മെമ്പറായി, തലവനായി, രാജാവായി വാഴാൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് മാത്രം ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചു പോയവർക്കൊക്കെ ദൈവം അവിടങ്ങളിൽ സന്തോഷം പകരട്ടെ എന്നും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കുടുംബങ്ങൾക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള സ്वस्थ ജീവിതം നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്മയോടെ നേരുന്നു. നന്ദി. ജയ് ഹിന്ദ്. ജയ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. താങ്ക് യു ഓൾ ലീഡേഴ്സ്. താങ്ക് യു.